ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ച് നിൽപ്പി, അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ஆனபடினாலே நீங்கள் மறுபடியும் அடிமைத்தனத்தின் நுகத்துக்குட்படாமல் கிறிஸ்து நமக்கு உண்டாக்கின சுவாதீன நிலைமையிலே நிலை കൊണ്ടിരുங்கள். ക്രിസ്തു നമുക്ക് ഉണ്ടാന സ്വാധീനത്തിലെ സ്വതന്ത്രത്തിലെ നിലകൊള്ളുന്നു. സ്തോത്രം. ഒരല്പം ശ്രദ്ധയോടെ ഇരുന്നെങ്കിൽ മാത്രമേ ഈ വചനം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ധന്യനായ പൗലോസ്ലീഹായിലൂടെ ഗലാത്യ ദേശത്ത് ഉണ്ടായിരുന്ന ദൈവസഭ, അവരോടാണ് ഈ കത്ത് മുഖാന്തരം ഈ വചനം എഴുതപ്പെടുന്നത്. ഗലാത്യയിൽ മാത്രമുള്ളവർക്ക് വേണ്ടിയല്ല, ലോകത്തെല്ലായിടത്തും ചിതറിപ്പാർക്കുന്ന സകല വിശുദ്ധന്മാർക്കും സകല മാനവജാതിക്കും വേണ്ടിയാണ് ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ഒരു വചനം എഴുതപ്പെടേണ്ടി വന്നത്? സ്വാതന്ത്ര്യത്തിനായിട്ട് നിങ്ങളെ ദൈവം സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ ഒരല്പം പുറകോട്ട് നാം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. എൻ്റെ മാന്യ കേൾവിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ പുറകോട്ട് ചരിത്രത്തിലേക്കൊന്ന് പോകുകയാണ്. ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ ആദിമ ഭൂമി, നാം ഇപ്പോൾ പാർക്കുന്നത് 3ാമത്തെ ഭൂമിയാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന കാര്യം വ്യക്തമാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിച്ചെങ്കിലേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊരു ദുരുപദേശം പ്രസ്താവിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഞാൻ പറയും. നാം ഇപ്പോൾ പാർക്കുന്നത് 3ാമത്തെ ഭൂമിയിലാണ്. 1ാമത്തെ ഭൂമിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകമല്ല, ആദ്യത്തെ പുസ്തകം എഴുതി വന്ന് അത് ക്രോഡീകരിച്ചപ്പോൾ 1ാമത്തെ പുസ്തകമായി ഉൽപ്പത്തി പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്, ചേർത്തു വച്ചിരിക്കുന്നത് 1ാമത്തെ പുസ്തകം. എന്നാൽ ആദ്യം എഴുതിയ പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ്. ആദ്യം എഴുതിയ പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണ്. ഈ ഭൂമിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതെല്ലാ വാക്യങ്ങളും എടുത്തു പറഞ്ഞ് പ്രസംഗിക്കാനുള്ള സമയം നമുക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വാക്യം ഒന്ന് വായിപ്പിക്കാം. ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ 1ാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായത്തിലെ 1-ാം വാക്യം: അനാദിയിൽ ദൈവം സ്വർഗങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു. മലയാളത്തിൽ മറ്റു ഭാഷകളിലൊക്കെ അതിൻ്റെ വിവർത്തനത്തിൽ തർജിമയിൽ വന്ന ഒരു പിശകുണ്ട്. അത് തിരുത്തി ഞാൻ മുൻപോട്ട് പോകുകയാണ്. ബഹുവചനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥ തർജിമയിൽ അത് എഴുതിയപ്പോൾ ശരിയായ തർജിമ സ്വർഗങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചുവെന്നാണ്. ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു. ഞാനതിന് തെളിവ് നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. ആകാശമണ്ഡലം 1, സ്വർഗം 2, സ്വർഗാദി സ്വർഗം 3. ആകാശമണ്ഡലം ഉണ്ടോ? എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഉറങ്ങുകയല്ലല്ലോ അല്ലേ? ആകാശമുണ്ടോ? അപ്പോൾ 1ാമത്തേത്. സ്വർഗമുണ്ടോ? ഉണ്ട്. 2ാമത്തേത്. സ്വർഗാദി സ്വർഗമുണ്ടോ? ഉണ്ട്. വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? ഒരു നാൾ ഞാനൊരു മനുഷ്യനെ അറിയുന്നു. അവൻ ശരീരത്തോടു കൂടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ആകാശങ്ങൾ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അവൻ സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അപ്പോൾ 2 തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് തന്നു. 3 സ്വർഗങ്ങളുണ്ട്: ആകാശമണ്ഡലം, സ്വർഗം, സ്വർഗാദി സ്വർഗം. അതുകൊണ്ടാണ് ബഹുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒരാൾ, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ്.
ഞാൻ എന്താ ഇങ്ങനെ ശാന്തമായിട്ട് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പെന്തക്കോസ്തുകാരുടെ ഒരു സ്റ്റൈൽ അല്പം സ്പീഡും ബഹളവും ഒക്കെയാണ്. പക്ഷേ അത് എൻ്റെ മുമ്പിൽ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാകൂ, പുറത്തിരിക്കുന്നവർക്ക് എന്തോ ഒരു ബഹളം പോലെ കേൾക്കുകയുള്ളൂ. മനസ്സിലായില്ല? നമുക്ക് ബഹളമാണ് ഇഷ്ടമെങ്കിലും നാട്ടുകാർക്ക് ഇത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ 3 ദിവസവും നിങ്ങൾ ബഹളം പ്രതീക്ഷിക്കേണ്ട എന്നിൽ നിന്ന്. ഞാൻ അതിനുള്ള ശ്രമവും നടത്തുകയില്ല. അത്ര സന്തോഷമുണ്ടെങ്കിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ നാട്ടുകാരോട് പ്രസംഗിച്ചിട്ട് പോകും. എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ സുവിശേഷ യോഗമെന്ന് പറയുന്നത് ഈ ചുറ്റുപാടിൽ പാർക്കുന്ന സകല ജാതി മതസ്ഥരും ഈ സത്യം ഗ്രഹിക്കണം. അതിനാണ് പണം ചിലവഴിച്ച് കഷ്ടപ്പെട്ട് ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് നീതി പുലർത്തേണ്ടത് എൻ്റെ ഈ ഉത്തരവാദിത്വമാണ്. ഞാൻ മടങ്ങുകയാണ്. അപ്പം നാളെ ഇച്ചിരി സ്പീഡും ബഹളവും ഒക്കെ വേണ്ടിയവർ രാവിലെ ഇങ്ങ് വരണം. നാളെയും മറ്റന്നാളും പകൽ ഈ ആലയത്തിനകത്ത് നമുക്ക് ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഈ പ്രസംഗമല്ല, നാളെ പകൽ അല്പ സ്പീഡും ഒക്കെ കാണും. ധൈര്യമായിട്ട് പോന്നേച്ചാൽ മതി. 9:30 ആകുമ്പോൾ വരണം. 9:30 പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് 10:30 ചോറും കറിയെല്ലാം വെച്ച് ആടിനെ അഴിച്ചു കെട്ടി തുണിയെല്ലാം അലക്കിയിട്ട് 12 മണിയാകുമ്പോൾ വന്നാൽ ഒന്നും കിട്ടുകയല്ല. വന്ന പോലെ തിരിച്ചു പോകാൻ പറ്റുമോ? ഞാൻ മടങ്ങുകയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്വർഗങ്ങളെയും ബഹുവചനമാണ്. ഭൂമികളെയും. ഭൂമി ഉണ്ടോ? നിങ്ങൾക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളെ കൂടെ ഒന്ന് സഹകരി ഉറങ്ങാതിരിക്കാനാണ്. ഈ പ്രസംഗം കേട്ട ഉറക്കം വരും. ഭൂമിയുണ്ടോ? ഉണ്ട്. പാതാളമുണ്ടോ? ഉണ്ട്. അധമപാതാളമുണ്ടോ? ഉണ്ട്. അപ്പോൾ 3 ഘട്ടമുണ്ട്: ഭൂമി, പാതാളം, അധമപാതാളം. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ അധമപാതാളമുണ്ട്. അപ്പോൾ സ്വർഗങ്ങളെയും ഭൂമികളെയും ദൈവം സൃഷ്ടിച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു വേർതിരിവ് പണ്ടില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, ഭൂമി സ്വർഗമെന്നും പറഞ്ഞൊരു വേർതിരിവില്ല. ഇതൊന്നായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒന്നായി കിടക്കുന്ന കാലത്ത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും അവനിൽ ഒന്നായി ചേർക്ക എന്ന ദൈവിക വ്യവസ്ഥ. അപ്പോൾ ഒരിക്കൽ ഉണ്ടായിരുന്ന ഒരു ദൈവിക വ്യവസ്ഥ, സ്വർഗവും ഭൂമിയും ഒന്നായി കിടന്ന ഒരു കാലഘട്ടമുണ്ട്. എത്ര സുന്ദരമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിലെ നിവാസികൾ മനുഷ്യരല്ലായിരുന്നു. ഈ ഭൂമിയിലെ നിവാസികൾ മനുഷ്യരല്ലായിരുന്നു. ആരായിരുന്നു പാർത്തിരുന്നത്? അവരാരായിരുന്നെന്നറിയാൻ യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിലേക്ക് പോകേണ്ടി വരും. ആമേൻ. കെറൂബുകൾ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം സൃഷ്ടിച്ച ദൂതന്മാർക്ക് പാർക്കുവാൻ ദൈവം കൊടുത്തതായിരുന്നു അനുഗ്രഹീതമായ മനോഹരമായ 1-ാമത്തെ ഭൂമി. ഇന്നത്തെ ഭൂമി കണ്ടേച്ച് അങ്ങനെയാണെന്നൊന്നും ചിന്തിക്കരുത്. ഇതാകപ്പാടെ വല്ലാത്ത കുഴപ്പമുണ്ടായൊരു ഭൂമിയാണ്. അതിനകത്ത് ഇപ്പം നമ്മൾ താമസിക്കുന്നത്. പണ്ടത്തെ ഭൂമി അങ്ങനെയല്ല. സ്വർഗാധിപത്യമുള്ള, സ്വർഗത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഉള്ള ഭൂമിയിൽ അന്ന് ദൂതന്മാർ പാർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മൾ ഈ ആരാധിക്കുന്നു ഒക്കെ പറയുമ്പോഴും ഞാൻ പലരെയും ശ്രദ്ധിക്കാറുണ്ട്. ഭയങ്കര ആരാധന നടക്കുമ്പോഴും ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർക്ക് കൈയടിക്കത്തില്ല, കാരണം അവർക്ക് ഈ ആരാധനയിൽ പങ്കൊന്നുമില്ല, അവരുടെ കയ്യെ. പക്ഷെ വേറൊരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഈ പാസ്റ്റർമാരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജിലിരിക്കുമ്പോൾ അവർ കൈയടിക്കത്തില്ല, വാ തുറന്ന് സ്തോത്രം പറയത്തില്ല. പക്ഷെ അവരെഴുന്നേറ്റാൽ പിന്നെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. അതെനിക്ക് മനസ്സിലാകാത്ത ഒരു സംഭവമാണ്. സ്തോത്രം പറയാൻ ബുദ്ധിമുട്ട് കാണുമല്ലേ? അങ്ങനെ ചില ആളുകൾ അവരെഴുന്നേൽക്കുമ്പോൾ നമ്മൾ സ്തുതിച്ചോണം, നമ്മൾ കൈയടിച്ചോണം. നമ്മൾ പിന്നെ അവരിടയ്ക്കിടയ്ക്ക് പറയും കൈ ഉയർത്തി പോടുങ്കേ. അപ്പോൾ പിന്നെ ഇങ്ങനെ പോടിക്കൊണ്ടേ ഇരിക്കണം. ഇവർ പോടുകയല്ല, സ്തോത്രം പറഞ്ഞില്ല, അടുത്ത കൊല്ലം വിളിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ല, ഈ കൊല്ലത്തേത് മതി. അപ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, അവർ പോടത്തില്ല, അവർ പോടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാ. സ്തോത്രം പറഞ്ഞില്ല. അപ്പം നമ്മൾ പോടാനുള്ളവരാ, പോടിക്കാനുള്ളവരല്ല. നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ബാലന്മാരും വൃദ്ധന്മാരും യുവാക്കന്മാരും യുവതികളും, വലിയ പെരിയ പാസ്റ്ററും ചിന്ന പാസ്റ്ററും സെൻട്രൽ പാസ്റ്ററും ലോക്കൽ പാസ്റ്ററും അസോസിയേറ്റ് പാസ്റ്ററും അസിസ്റ്റൻ്റ് പാസ്റ്ററും എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. ഇതിനകത്ത് വന്നിട്ടുള്ള നിങ്ങളെല്ലാം 90 വയസ്സ് കഴിഞ്ഞാൽ സ്തുതിക്കണം. എൻ്റെ അമ്മയ്ക്ക് 100 വയസ്സ് കഴിഞ്ഞു ജനുവരിയിൽ. എൻ്റെ അമ്മ നല്ല വെട്ടിക്കെട്ട് പോലെ സ്തോത്രം പറയുന്നു, മിണ്ടുന്നില്ല. കണ്ടോ?
100 സ്വോത്രം പറയണ്ട, കാരണം ക്ഷീണം കൊണ്ട് ഇരുന്നോളൂ. 100 ഒരു സ്വോത്രമൊക്കെ ഇടയ്ക്ക് പറയുന്നത് നല്ലതാ. സ്വോത്രം. ഇനി നാളെ നമുക്ക് ബാക്കി അറിയാം ഇത് എന്നാ എവിടോട്ടായി പോകുന്നതെന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. അപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ചില ആളുകളുടെ ഇരിപ്പ് കണ്ട ഇപ്പം ഞാൻ അങ്ങനെ സ്തുതിച്ചിട്ട് ഇപ്പം അങ്ങനെ മഹത്വമൊന്നും എടുക്കണ്ട, എനിക്കിപ്പോൾ സൗകര്യമില്ല സ്തുതിക്കാൻ. നീ സ്തുതിച്ചില്ലെന്നും കണ്ട് ദൈവത്തിന് ഒരു കുഴപ്പവും പറ്റുകയില്ല. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം ഒരു കാലത്തും നഷ്ടപ്പെടുകയില്ല. സ്തുതിക്കാൻ അർഹതയുള്ള നീ സ്തുതിക്കാതിരുന്നാൽ ആമേൻ സ്തോത്രം കടമ നിറവേറ്റാൻ വന്നതല്ല. ആമേൻ. ഡ്യൂട്ടി ചെയ്യുന്ന ദൂതന്മാർ സപ്തവർണ്ണ പ്രഭയോടും സപ്തസ്വരങ്ങളോടും കൂടെ 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് മുഖം മൂടി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഇടതടവില്ലാതെ ആരാധിക്കുന്നെങ്കിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ, രക്തത്തിന്റെ വിലയായ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? പാട്ടുപാടുന്ന സഹോദരന്മാർ എന്നോട് പിണങ്ങരുത്. പാട്ടുകാർക്ക് പലർക്കും എന്നോട് ഭയങ്കര പിണക്കമാണ്. പലയിടത്തും പാട്ടുകാർ പിണങ്ങിപ്പോയതായിട്ട് എൻ്റെ അറിവിലുണ്ട്. സ്വോത്രം. കാരണം ഞാൻ സത്യം പറയുന്നത് അവരുടെ പ്രശ്നം. ഞാൻ ഇവിടുത്തെ പാട്ടുകാരുടെ കാര്യമല്ല പറഞ്ഞു. പാട്ടുകാർ പലരും അത് തെറ്റൊന്നുമല്ല, തെറ്റാണെന്നല്ല പറഞ്ഞു. നിനക്ക് കൈ 2 ദൈവം തന്നില്ലേ, കൈ അടിക്കേ, വാ ശബ്ദം ഉയർത്തി, ഇവിടെയും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു തമിഴിൽ പറഞ്ഞു. അപ്പം നിനക്ക് ശബ്ദം, തൊണ്ടയ്ക്ക് ശബ്ദം തന്നില്ലേ സ്തുതിക്കേ, നിനക്ക് വീട് തന്നില്ലേ സ്തുതിക്കേ, കാർ തന്നില്ലേ സ്തുതിക്കേ, മക്കളെ തന്നില്ലേ സ്തുതിക്കേ. എടാ കുഞ്ഞെ, അതിനൊന്നും അല്ല സ്തുതിക്കേണ്ടത്. കാറ് കിട്ടിയത് നാളെ CC കാരൻ പിടിച്ചുകൊണ്ട് പോകും. വീട് നാളെ കൊടുങ്കാറ്റ് വന്ന സുനാമി വന്നാൽ ഇടിഞ്ഞു പോകും. ഈ തൊണ്ടയിലെ ശബ്ദം നാളെ ഇല്ലാതെ വരാം. കൈ 2 തളർന്നു പോയെന്ന് വരാം. പക്ഷെ ഒരു കാര്യം, നാം സ്തുതിക്കുന്ന എന്തിനാണെന്നറിയാമോ? വീണ്ടെടുപ്പിൻ്റെ വിലയോർത്താണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുപ്പാനോ ആർക്കും ഒരു നാളും സാധ്യമല്ലെന്ന് ന്യായപ്രമാണം പറഞ്ഞൊഴിഞ്ഞപ്പോൾ കൃപയുടെ പ്രമാണം ഇറങ്ങി വന്ന് എന്റെ വീണ്ടെടുപ്പിന്റെ മുഴുവനെയും കൊടുത്ത് എന്നെ ആത്മപാതാളത്തിൽ നിന്ന് രക്ഷിച്ച് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവായ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. നന്ദിയുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാൽ മതി. നന്ദി ദൈവത്തോടുണ്ടെങ്കിൽ വീണ്ടെടുപ്പിന്റെ വില മുഴുലോകത്തേക്കാൾ വിലയേറിയ വീണ്ടെടുപ്പിന്റെ വില കൊടുത്ത് വീണ്ടെടുപ്പ് പ്രാപിച്ചെങ്കിൽ ആ വീണ്ടെടുപ്പിന്റെ വിലയോർത്താണ് സ്തുതിക്കേണ്ടത്. ആമേൻ. അവരങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അതെല്ലാ കാലത്തും ഉണ്ട്. അതിൻ്റെ സ്വഭാവം നമ്മുടെ ഇടയിലും ഉണ്ട്. ഈ താഴെയുള്ളവർക്ക് എപ്പോഴും മേപ്പോട്ട് പോകണമെന്നാ അല്ലേ? സ്വോത്രം. സഭയിലെ വിശ്വാസിയായിട്ടിരുന്നിരുന്ന് കുറേ മൂക്കുമ്പം ഒന്ന് സെക്രട്ടറി ആകണമെന്നൊരാഗ്രഹം വരും. സെക്രട്ടറി ആയിട്ട് മൂത്ത് വന്നിട്ട് മൂപ്പനാകണമെന്നൊരു മൂപ്പ് വരും. സ്വോത്രം പറഞ്ഞില്ല. പിന്നെ മൂത്ത് സങ്കീർത്തനത്തിന് പ്രബോധിപ്പിക്കണമെന്നൊരു തോന്നലുണ്ടാവും. പിന്നെ മൂത്ത് ഒത്ത ഒരു പാസ്റ്റർ ആകണമെന്ന് തോന്നും. ലോക്കൽ പാസ്റ്റർക്ക് സെൻട്രൽ പാസ്റ്റർ ആകണമെന്ന് തോന്നും. ഇതെല്ലാവർക്കും എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ കാര്യമല്ലേ നമ്മളീ പറയുന്നത്. അപ്പോൾ പഞ്ചായത്തിലെ പിയൂണ് സെക്രട്ടറി ആയ കൊള്ളാമെന്നുണ്ടാവും. ലോകത്തിലും ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തിലും ഈ പ്രശ്നം ഉണ്ട് പ്രിയരെ. മിണ്ടുന്നില്ല. സ്തോത്രം. നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഈ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നം ആരംഭിച്ചത് ഇവിടെയല്ല. അതാ അതിൻ്റെ പ്രശ്നം. ഇത് സ്വർഗത്തിൽ തുടങ്ങിയ പ്രശ്നമാണ്. ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ആരാധനയുടെ അന്തരീക്ഷം നിങ്ങൾ കണ്ടോ? എത്രായിരം ദൂതന്മാരാ സ്റ്റേജ് അവിടെ ഇല്ലല്ലോ, ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ എത്രായിരം ദൂതൻ കോടിയാകുന്നു. അങ്ങനല്ലേ? അവൻ്റെ ദൂതന്മാർ 1000 കോടി. അപ്പോൾ 1000 കൊണ്ട് ഗുണിച്ച് കോടിയും കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അത്രയും ദൂതന്മാർ. അവരിങ്ങനെ അങ്ങോട്ട് പാടിക്കൊണ്ടിരിക്കുക. ഞാൻ അതിനെയൊക്കെ ഒരു ഇമാജിൻ ചെയ്തിട്ട് പോലും ഒക്കുന്നില്ല. അപ്പം നിങ്ങൾ നോക്കിയേ, അങ്ങേ അറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങുക എന്ന് വെച്ചാൽ അങ്ങനെ ഞാനൊരു ഭാവനയിൽ പറയുക കേട്ടോ. അപ്പം അങ്ങേ അറ്റത്ത് ഒരു കൂട്ടം ദൂതന്മാർ തുടങ്ങുക. സൈന്യങ്ങളുടെ ദൈവമാ അത്ര സൗണ്ടേ എനിക്ക് എടുക്കാൻ നീട്ടാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ പറഞ്ഞങ്ങ് മേളിൽ ചെന്ന് നിൽക്കുമ്പോൾ രണ്ടാമത്തെ സെറ്റ് പറയുക, അവൻ. അപ്പൊ മൂന്നാമത്തെ സെറ്റ് പരിശുദ്ധൻ. അപ്പൊ നാലാമത്തത് പരിശുദ്ധൻ. അടുത്തത് 5ാമത്തത് പരിശുദ്ധൻ. അവിടെ പരിശുദ്ധൻ തീരുമ്പോ അവിടെ തുടങ്ങി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ.
ഇത്രയും പറഞ്ഞിട്ട് തന്നെ ഇവിടെ ക്ഷമയില്ല ഒരു സ്തോത്രം പറയാൻ. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് ഇവരെങ്ങനെ അവിടെ ഇരിക്കുമെന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ചിലരൊക്കെ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് നരകത്തിൽ പോകളയും. എന്നാ ബഹളമാണെന്നാണ് പറയുന്നത്. സ്തോത്രം. സ്തുതിക്കാൻ സൗകര്യമുണ്ട്, അങ്ങോട്ട് പോകാൻ ശ്രമിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം പറഞ്ഞില്ല. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ദൂതന്മാരുടെ പ്രധാനിയായ ദൂതനെ ഒരു ചിന്ത മനസ്സിൽ വന്നു. ചിന്ത മനസ്സിലല്ലയോ വാസ്തവ ഉണ്ടാകുന്നേ? ചിന്ത വരും. വാസ്തവ മനസ്സിൽ ഇപ്പോൾ എന്തെല്ലാം ചിന്തയാണ് ഓടുന്നതെന്നറിയാം. ഈ കൺവെൻഷൻ തീരുന്നിടം വരെ. സ്തോത്രം. ഈ പ്രസംഗം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അകത്തൊരു ചിന്തയുണ്ടായി. ചിന്ത എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ എത്ര കാലമായിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക? സിംഹാസനസ്ഥനായിരിക്കുന്ന തേജസ്സിൽ വസിക്കുന്ന ദൈവത്തെ എത്ര നാളുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക? നമുക്ക് ആ സിംഹാസനത്തിലോട്ട് കയറി ഇരിക്കാമെങ്കിൽ നമ്മളെ ആരാധിച്ചു തുടങ്ങും. ചെറിയ ചിന്തയൊന്നുമല്ല. ദൈവസിംഹാസനത്തിലേക്ക് കയറാൻ ഉള്ളിലൊരാഗ്രഹം ഉണ്ടായി ലൂസിഫറിന്. നമ്മുടെ ദൂതന്റെ പേരെന്നാന്നറിയാമോ? ലൂസിഫർ. ആ ചിന്ത മനസ്സിലുണ്ടായപ്പോൾ സ്വർഗത്തിലെ കമ്പ്യൂട്ടർ റൂമിൽ, ടെക്നിക്കൽ റൂമിൽ, കമ്പ്യൂട്ടറിനകത്ത്, മിഷ്യനകത്തൊരു റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, വേറെ എങ്ങും പൊക്കളരുത്, ഇതെല്ലാം എൻ്റെ കൂടെ വന്നേലേ കിട്ടും. ബ്ലിങ്ക് ചെയ്തൊരു ലൈറ്റ്. ആ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തപ്പോൾ സ്വർഗത്തിനൊരു കാര്യം മനസ്സിലായി. എവിടെയോ ആരുടെയോ ഹൃദയത്തിൽ ഒരു ദുഷ്ട ചിന്ത കയറിയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡിൽ ആ കാര്യം കണ്ടുപിടിച്ചു. നമ്മുടെ കൂട്ടൊന്നുമല്ല, ഇവിടുത്തെ ടെക്നോളജി അല്ല. സ്വർഗത്തിൽ നിന്ന് ആ ടെക്നോളജി മുഴുവൻ താഴോട്ട് വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടെക്നോളജി എന്തായിരിക്കും? വിത്തിൻ സെക്കൻഡിൽ കണ്ടുപിടിച്ചു. ലൂസിഫറിൻ്റെ ഹൃദയത്തിനകത്താണ് ഇതുണ്ടായത്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിന്തിച്ചേ, ലോകത്തിൽ ഇനി എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും എനിക്ക് തോന്നുന്നില്ല മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് കണ്ടുപിടിക്കുന്ന മിഷൻ ഉണ്ടാകുമെന്ന്. അങ്ങനൊരു മിഷൻ ഉണ്ടെങ്കിൽ നമ്മളൊട്ട് വാങ്ങിക്കത്തുമില്ല. സ്വത്രം. ഇപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ചിന്ത പോകുന്നെന്ന് ഞാൻ അറിഞ്ഞ പ്രസംഗം എപ്പോഴേ നിർത്തി ഞാൻ റൂമിൽ പോയേനെ. ക്ഷീണിച്ച് ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് കയറി വരുന്ന ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. ഭാര്യയാണ് രാവിലെ തൊട്ട് ഭയങ്കര ജോലിയും ബന്ധപ്പാടുക, എന്തെല്ലാം കാര്യങ്ങളാണ്. ഭർത്താവിന് ഒരു ജോലി ചെയ്താൽ മതി, ഭാര്യയ്ക്ക് 100 ജോലി ചെയ്യണം. അതായത് സഹോദരിമാർ, നമ്മൾ ഒരു നേരം ഒരു ജോലിയേ ചെയ്യൂ, ഇവരൊരു സമയം 10 ജോലി ചെയ്ത് കളയും. അതെന്താണെന്നൊക്കെ പഠിക്കുന്ന ആളെ വരണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു ചായ എടുക്കടി എന്ന് പറഞ്ഞപ്പോൾ ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോകുന്ന ഭാര്യയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണെന്ന് ഭർത്താവിന് വെളിപ്പെടുന്ന ഒരു മിഷൻ ഉണ്ടെങ്കിൽ ആ ചായ ഭർത്താവ് കുടിക്കുമോ? ഈ ഷായി പാസ്റ്ററെ കുളിക്കാൻ സാധ്യതയില്ല. സ്തോത്രം. മിണ്ടുന്നില്ല. ക്ഷീണിച്ച് വന്നിരിക്കുന്ന ഭർത്താവിനോട് ഭർത്താവ് ചായ ചോദിച്ചപ്പോൾ, ചേട്ടാ ഒരു കവർ പാലിങ്ങ് വാങ്ങിച്ചോണ്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ബൈക്ക് എടുത്ത് പാല് വാങ്ങിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ ഉള്ളിലുണ്ടായ ചിന്ത ഭാര്യ അറിഞ്ഞാൽ ആ പാല് കൊണ്ട് ചായ ഇടുമോ? ഇടാൻ വഴിയില്ല. അപ്പം നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ചിന്ത അറിയാതിരിക്കട്ടെ, അതാ നല്ലത്. പക്ഷെ ഇവിടെ ആർക്കും അറിഞ്ഞില്ലെങ്കിലും ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്ന സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവാധികാരിയായ, സർവാധികാരിയായ, നിത്യനായ ഒരു ദൈവം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ലൂസിഫറിന്റെ ഉള്ളിലുണ്ടായ ചിന്ത സ്വർഗത്തിലെ സിംഹാസനത്തിലേക്ക് നോക്കിയാണ് അവന് ആ സിംഹാസനത്തിലേക്ക് കയറണം. അങ്ങനെ ഒരു ചിന്തയുണ്ടായപ്പോൾ ലൂസിഫറിനെ ഡ്യൂട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്താ സംഭവിച്ചേ? ചിന്ത വന്നതേ ഉള്ളൂ, ഒന്നും ചെയ്തില്ല. ഡ്യൂട്ടിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എന്നിട്ട് ദൈവം പറഞ്ഞു ക്വാർട്ടേഴ്സ് കാലിയാക്കാൻ. ഗവൺമെന്റ് അങ്ങനല്ലേ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ പിന്നെ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ പറ്റുമോ? പറ്റുകയല്ല. പിരിച്ചുവിടാൻ നോക്കിയപ്പോൾ യുവന്മാർ ഇറങ്ങുകയല്ല. ഇറങ്ങാതെ വന്നപ്പം സ്വർഗത്തിലെ ദൈവം ആ ഭൂമിയെ വെള്ളം കൊണ്ട് മൂടിക്കളഞ്ഞു. ഇതാ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സംഭവം. വെള്ളം കൊണ്ട് മൂടിക്കളഞ്ഞു. വെള്ളം പൊങ്ങി പൊങ്ങി വന്നപ്പോൾ ഇവർ പറഞ്ഞു ഇറങ്ങിത്തരാം. ഇങ്ങനെ മുക്കിക്കൊല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പറഞ്ഞാൽ പോരെ. നേരത്തെ പറഞ്ഞല്ലോ ഇറങ്ങാൻ. എന്നാ പിന്നെ മര്യാദയ്ക്ക് പോരെ. ദൈവം അവർക്ക് വേറൊരു സ്ഥലം കൊടുത്തു പാർക്കാൻ. ആകാശമണ്ഡലങ്ങളിലേക്ക് പാർപ്പിടം മാറ്റി. വല്ലോ മനസ്സിലായോ? ആമേൻ. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന ആകാശമണ്ഡലങ്ങളിൽ നക്ഷത്ര വ്യൂഹങ്ങളിലാണ് ഇപ്പൊ ലൂസിഫറും കൂട്ടരും താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അമ്മയുടെ വീട്ടുകാർ പണ്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. സന്ധ്യയാകുമ്പം
ആകാശങ്ങളിലുള്ള ഞങ്ങളുടെ ബാബാ തമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും അപേക്ഷിച്ചു കൊള്ളണമേ. ആകാശങ്ങളിലിരിക്കുന്ന വാവാ തമ്പുരാൻ ആരാന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാ നമുക്ക് കാര്യം മനസ്സിലായി, ലൂസിഫറാണെന്ന്. അപ്പം നമ്മളെല്ലാ സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുന്ന ആരോടാ? മനസ്സിലായില്ല. പേടിയുണ്ടോ? സ്വോത്രം. ഞങ്ങളുടെ അമ്മ വീട്ടുകാർക്ക് സംഭവിച്ച കെടുതിയാ പറഞ്ഞത്. സന്ധ്യ എല്ലാ ദിവസവും വൈകിട്ട് അങ്ങോട്ട് തുടങ്ങും. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ കിടക്കണം. പരീക്ഷകൾ ഞങ്ങൾ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമെന്ന് രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. അമീൻ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ഭാവതമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അവനോട് അപേക്ഷി. പ്രാർത്ഥനയൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങളിങ്ങനെ ഗോതമ്പ് കിട്ടുമെന്നും അരി കിട്ടുമെന്നും തുണി കിട്ടുമെന്നും കൊട കിട്ടുമെന്നും പറഞ്ഞ് ബന്ധക്കോസി വന്നതല്ല, പുസ്തകം പഠിച്ച് മനസ്സിലാക്കിയിട്ട് ബന്ധക്കോസി വന്നതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയുക. അപ്പം ആകാശങ്ങളിൽ ഇരിക്കുന്ന വാവാ തമ്പുരാൻ അല്ല നമ്മുടെ കർത്താവ്. എബ്രായർ 4 എഴുതിയിരിക്കുന്നു, ആകാശങ്ങളിലൂടെ കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനായി ഇന്നും അവൻ നമുക്ക് വേണ്ടി പിതാവിന്റെ മധ്യസ്ഥതയാണ് ചൂണ്ടിരിക്കുന്നു. അതോർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ മഹാപുരോഹിതൻ സ്വർഗത്തിലിരിക്കുന്നു. ആകാശങ്ങളിൽ ഇരിക്കുന്നത് ലൂസിഫറും കൂട്ടരുമാണ്. അങ്ങനെ ഈ ഭൂമി വെള്ളം കൊണ്ട് മൂടിക്കളഞ്ഞു. ഈ ഭൂമി വെള്ളം കൊണ്ട്. എന്താ ഈ ലൂസിഫറിന് പറ്റിയ കുഴപ്പം? നിങ്ങൾക്കാർക്കെങ്കിലും ആ കുഴപ്പമുണ്ടെങ്കിൽ മാറാൻ വേണ്ടി അത് പറഞ്ഞു തരുന്നു. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അങ്ങനെ കുഴപ്പമുണ്ട്. ലൂസിഫറിനുണ്ടായ കുഴപ്പം എന്നാണെന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14 വായിക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു പോവാം. യെശയ്യാ 14 എഗസ്കേൽ 28 അവിടെ എഴുതിയിരിക്കുന്നു, അവന്റെ ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞു, അവൻ നിഗളിച്ചു. നിഗളമുണ്ടോ? ഇല്ല. നിങ്ങളൊക്കെ ഇരിക്കുന്നവരായിട്ട് ഒരു കുഴപ്പമുള്ളവരല്ല. പക്ഷെ ഈ 4 കാര്യം കേൾക്കുമ്പോൾ വല്ല കുഴപ്പമുണ്ടോ നോക്കണം. ഹൃദയം നിഗളിച്ചിട്ട് എന്നാ ചെയ്തതെന്നറിയാമോ? അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അവന്റെ ഹൃദയം സാഹസം കൊണ്ട്. ഈ വ്യാപാരത്തിന്റെ പെരുപ്പ്, എൻ്റെ മലയാളമൊക്കെ വ്യാപാരം എന്നവിടെ എഴുതിയിരിക്കുന്ന അധികാരം. നമുക്ക് എന്തെങ്കിലും ഒരു പദവിയൊക്കെ കിട്ടിയാൽ ചില ആളുകൾ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ടുണ്ടോ? അയ്യോ, ഞങ്ങളുടെ ചില പുള്ളികളുണ്ട്, കൈ പോലും കൊടുക്കുകയല്ല. അങ്ങനെ ചിലർക്കൊന്നും അവർ വലിയ വെയിറ്റ് ഇട്ട ഒരു 1 ടൺ വെയിറ്റ് ഉണ്ട് ഒരു പ്രൈസ്തലോടിനൊക്കെ. സ്വതന്ത്രം പറഞ്ഞില്ല കണ്ടോ? നമ്മുടെ സഹോദരിമാർ ചിലരെയൊന്നും കണ്ടാൽ പ്രൈസലോട് പറയുകയില്ല, ചില പാസ്റ്റർമാർ കണ്ടാൽ പറയുകയല്ല. അവർ ഭയങ്കര വെയിറ്റ്, എന്തോ അവർ ഏതാണ്ടിൻ്റെ സെക്രട്ടറി ആണെന്നോ ഈ ലേഡീസിൻ്റെ ഏതാണ്ടിൻ്റെ ഒരു ഇടപാടുണ്ടെന്നോ അവർക്കൊക്കെ പ്രൈസ്തലോട് വരികയില്ല. ഭയങ്കര അധികാരത്തിൻ്റെ പെരുപ്പം. സ്വതന്ത്രം പറഞ്ഞില്ല കണ്ടോ? പഞ്ചായത്തിലെ പിയൂണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ട് ചെന്നേ അവൻ്റെ ഗമ കാണണമെങ്കിൽ എൻ്റെ പൊന്നെ കളക്ടറാന്ന് തോന്നിപ്പോ. ഉണ്ടെന്നില്ല കണ്ടോ? പഞ്ചായത്തിലുള്ളവർ പണം കണ്ട കേട്ടോ. എന്തിനാ തൊഴിലുറപ്പിന് പോകുന്ന നമ്മുടെ ചേച്ചിയെ കണ്ടിട്ടുണ്ടോ? എന്നാ പൊന്നച്ഛനെ, സ്വത്രം വേണ്ട. ഹരിതകർമ്മസേന എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് എടുക്കാൻ. ആ പുള്ളിക്കാരത്തിയോട് വല്ലതും വർത്താനം പറഞ്ഞു പോയെങ്കിൽ ദൈവം നമ്പുരാനെ എന്നാ പണിയാന്നറിയോ? നിങ്ങളാരും ഒരു സ്വത്രമൊന്നും പറയുന്നില്ലല്ലോ. നാളെ ഹരിതകർമ്മസേന എല്ലാം കൂടി ഇങ്ങോട്ട് വരില്ലേ? ദൈവത്തിന് സ്വത്രം. ഞാൻ പറയുക, നമ്മൾ എന്തോ ഏതാണ്ട് ആയിപ്പോയെന്ന് നമുക്കൊക്കെ ഒരു തോന്നല. അതല്ലേ ചിലർ വന്നിട്ട് അനങ്ങാതിങ്ങനെ കസാറയിൽ പിടിച്ച് മസിൽ പിടിച്ചിരിക്കുന്നേ. സ്വത്രം പറയുന്നില്ല, കൈയടിക്കത്തില്ല. ഞാനങ്ങനെ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. സാധാരണക്കാർ കൈയടിക്കുന്ന പോലൊക്കെ ഹല്ലേലൂയ എന്ന് പറയാൻ ഞാനിച്ചിരി സ്വത്രം പറഞ്ഞില്ല. ആകപ്പാടെ 800 ഒരു 50,000 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു തുരുമ്പിച്ച കാറ് മുറ്റത്ത് കിടക്കുന്ന ആ വെയിറ്റ്. സ്വത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ആനവായം പെരയ്ക്കകത്തുനിന്ന് ഇപ്പോൾ ഒരു തട്ടിട്ട വീട്ടിലോട്ട് കയറിയതിൻ്റെ വെയിറ്റിലായവൻ മസിൽ പിടിച്ചിരിക്കുന്ന തുതിക്കാതെ. സ്വത്രം പറഞ്ഞില്ല കണ്ടോ? അപ്പൊ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം ഹൃദയം സാഹസം കൊണ്ട് നിറഞ്ഞു, നിഗളിച്ചു. 2, അവന്റെ ജ്ഞാനം നിമിത്തം. അതാ ഭയങ്കരം. ചിലർക്ക് വിദ്യാഭ്യാസം കൂടിയാലും പ്രശ്നമാവാസ്ത. വിദ്യാഭ്യാസം കൂടുന്ന പുള്ളികൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അവർ പിന്നെ സ്തുതിക്കത്തില്ല. നമ്മുടെ സഭയിലൊക്കെ കണ്ടിട്ടുണ്ടോ? വിദ്യാഭ്യാസം ഉള്ളവരൊന്നും സ്തുതിക്കത്തില്ല. അവർ പാവങ്ങളെല്ലാം കൂടെ സ്തുതിക്കട്ടെ എന്നാ പറയുന്നത്. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഞാൻ സ്തുതിക്കും. അവൻ വിദ്യാഭ്യാസം ജ്ഞാനം കൊണ്ട് അവൻ നിഗളിച്ചു പോയി. ജ്ഞാനം. ചില പിള്ളേരെ കണ്ടുകൊണ്ട് ഈയിടെ തിരുവനന്തപുരത്ത് ഒരു പെങ്കൊച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് 6 പ്രസവിച്ച അമ്മയോട് പറഞ്ഞു കേൾക്കണോ തിരുവനന്തപുരം ഭാഷയെ? എന്തൊരു തള്ളേ, നിങ്ങൾക്ക് എന്തൊരു അറിയും? സ്വോത്രം പറഞ്ഞില്ല കണ്ടോ? 6 പ്രസവിച്ച തള്ളയോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവൾ ചോദിക്കുക നിങ്ങൾക്ക് എന്നെ അറിയാവുന്നു.
അവൾ എയ്റോപ്ലെയിനും എലിഫൻറ്റും പഠിച്ചതിൻ്റെ കുഴപ്പമാണ്. അമ്മ തറ പറ അല്ലേ പഠിച്ചുള്ളൂ, സ്വോത്രം പറഞ്ഞില്ല. ഇപ്പം പെങ്കൊച്ചിന് അങ്ങ് അഹങ്കാരം കയറിയിരിക്കുക. ഇപ്പം അമ്മമാർ വല്ലതും പറഞ്ഞാൽ +2കാരിക്ക് ഇഷ്ടമല്ല. അവിടെ പോക്ക് കണ്ടിട്ടുണ്ടോ? രാവിലെ അവൾ ആ ചാപ്പാട് പ്ലേറ്റിനൊരു തള്ളൊക്കെ തള്ളിയേച്ച് ആണോ നിക്കറാണോ ഷർട്ടാണോ എന്നതാ ഇടുന്നതെന്ന് അറിയാത്ത ഏതാണ്ട് കീറിയിട്ട് ഇവള് പോകുന്ന പോക്ക് കണ്ടാൽ എന്നെ പൊന്നച്ഛനെ സഹിക്കുകയല്ല. സ്വോത്രം പറഞ്ഞില്ല, ജ്ഞാനം കൂടിയതാ. മൂന്നാമത് അവൻ്റെ സൗന്ദര്യം. അത് പറയാതിരിക്കാൻ പറ്റില്ല. അയ്യോ, സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആളുകളെ തന്നെയാണ് കാണേണ്ടത്. സൗന്ദര്യം നിമിത്തം നിഗളിച്ചു. അപ്പൊ സൗന്ദര്യവർദ്ധനവ് ഉണ്ടാക്കാൻ മാടക്കട പോലല്ലേ ബ്യൂട്ടി പാർലർ ഇരിക്കുന്നത്. സ്വോത്രം പെയിന്റ് അടിക്കാനേ ആടിനെ പട്ടിയാക്കും, പട്ടിയെ ആടാക്കും. സ്വോത്രം പറഞ്ഞില്ല. ഇരിക്കുക പെയിന്റ് അടിച്ച് റെഡിയാക്കുന്നവർ കുഴിയുള്ളതെല്ലാം അടച്ച് പുട്ടിയിട്ട് പെയിന്റ് അടിച്ച്. എന്തോ കർത്താവേ സ്വോത്രം. ആകപ്പാടെ എലിവാല് പോലെ ഇച്ചിരി മുടിയാവുള്ളത്. അതേ കാണിച്ചു വെച്ചേക്കുന്ന കോലം കണ്ടിട്ടുണ്ടോ? മുരിങ്ങക്കാക്കോല് പോലെ 2 എണ്ണം. സ്വോത്രം. എന്തെല്ലാം ഇടപാടല്ലേ സൗന്ദര്യം. നമ്മുടെ ആളുകളൊക്കെ നടക്കുന്ന കണ്ടാൽ സൗന്ദര്യം എനിക്കാ കൂടുതലെന്നാണ് ചിന്തിക്കുന്നത്. പോകട്ടെ, സ്വോത്രം. അവിടെ വിടുക. അപ്പൊ സൗന്ദര്യം നിമിത്തം. അപ്പൊ 1 വ്യാപാരം അധികാര നിമിത്തം, 2 ജ്ഞാനം നിമിത്തം, 3 സൗന്ദര്യം നിമിത്തം, 4 ധനം നിമിത്തം. 10 കാശ് കൈ കിട്ടിയാൽ പിന്നെ എന്നാ അഹങ്കാരമാ പാസ്റ്റർ. പിന്നെ അവർ പറയുന്ന പോലെ നടന്നോണം. പാസ്റ്റർ ഇരുന്നു, പാസ്റ്റർ എഴുന്നേറ്റു. ഈ ബുധനാഴ്ച യോഗം വേണ്ട, ചൊവ്വാഴ്ച മതി. വെള്ളിയാഴ്ച പ്രാർത്ഥന രാത്രി മതി. സ്വോത്രം. ഞായറാഴ്ച ഈ ആഴ്ച യോഗം ഇല്ല. സ്വോത്രം പറഞ്ഞില്ല. കാശിന്റെ അഹങ്കാരം അല്ലാതെ എന്തോന്നു. സ്വോത്രം പറഞ്ഞില്ല. നീ കാശുണ്ടെ കയ്യിലും ബാങ്കിലും ഇട്ടേച്ചാൽ മതി. സഭയ്ക്കകത്തോട്ട് കയറി അഹങ്കാരം കളിക്കരുത്, പണിയങ്ങ് മാറും. സ്വോത്രം പറഞ്ഞില്ല. ഇങ്ങോട്ട് നാളെ കൂടെ പ്രസംഗിക്കേണ്ടി വരുമോ എന്ന് അറിയത്തില്ല. കാര്യം പറയുമ്പോൾ അങ്ങനെ എനിക്കിതൊക്കെ പറയാതെ പോകാൻ അറിയത്തില്ല പ്രിയരെ. അപ്പൊ സൗന്ദര്യം 4 കാര്യങ്ങൾ കൊണ്ട് നിഗളിച്ചു. എന്നിട്ട് ഇവനെ ഇറക്കി വിട്ട് കഴിഞ്ഞ് ഞാൻ ഷായി പാസ്റ്റേ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ ഒടുവിൽ നമ്മൾ അവസാന ദിവസം അത് കേൾക്കും. എന്നാലും ഇത് പറഞ്ഞതിൻ്റെ ബാക്കി ഈ അധികാര നിമിത്തം നിഗളിച്ചവൻ, ജ്ഞാനം നിമിത്തം നിഗളിച്ചവൻ, സൗന്ദര്യം നിമിത്തം നിഗളിച്ചവൻ, സമ്പത്ത് നിമിത്തം നിഗളിച്ചവനെ കണ്ണ് തിരുമ്മി അടച്ച്, ചെവി പഞ്ഞി വെച്ച്, മൂക്കി പഞ്ഞി വെച്ച്, കയ്യും കാലും തള്ളവറിൽ കൂട്ടിക്കെട്ടി ഒതുങ്ങാത്ത ഇവനെ അളിയന്മാർ 2 കൂടെ ഒതുക്കി കിടത്തി. സ്വോത്രം പറഞ്ഞില്ല. ഈ ശവക്കോട്ടയിലോട്ട് കൊണ്ടുവച്ച് ഇവനെ കുഴിയിലോട്ട് ഇറക്കി വെക്കുന്നതിന് മുമ്പ് അച്ഛൻ ഒരു ചോദ്യം ചോദിക്കുന്നു. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഇറക്കി വെക്കുന്നതിന് മുമ്പ് നമ്മൾ പറയണ്ടേ, അതിനെ ഇപ്പോൾ പറയുന്നത്. സ്വോത്രം. ഇതിങ്ങനെ പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാലേ, ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മദ്യപാനിയായ അളിയൻ മരിച്ചതിൻ്റെ ദുഃഖത്തിന് ഇച്ചിരി അടിച്ചേച്ച് നിൽക്കുക. അപ്പോൾ അച്ഛൻ ഈ ചൊല്ലിക്കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ അച്ഛനെ വഴി തടഞ്ഞേച്ച് ചോദിച്ചു, എൻ്റെ അളിയൻ കഴിഞ്ഞ 55 കൊല്ലം അച്ഛോ പള്ളി വന്നിട്ട് അച്ഛൻ ഈ ചോദ്യം അളിയനോട് ചോദിച്ചില്ലല്ലോ. അളിയനെ കൊണ്ട് കുഴിയിലോട്ട് വെക്കുമ്പോഴാണോ ഇത് ചോദിക്കണ്ടേ? ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സകല എണ്ണത്തോടും ചോദിക്കുക. അവസാനം അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സങ്കീർത്തനക്കാരനായ ദാവീദേ, നിന്റെ വീണകളോടും കിന്നരങ്ങളോടും കൂടെ വന്നും ഞങ്ങളെ പാടി കേൾപ്പിക്കണമേ. സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നുപോയപ്പോൾ തുറക്കപ്പെട്ട അനേകം കല്ലറകളെ കണ്ടു. അത് 8 കാലികളാൽ വല കെട്ടപ്പെട്ടിരുന്നു. അതിലനേകം ബലവാന്മാരും ബലഹീനരും ഉണ്ടായിരുന്നു. ഞാൻ അതിലിരുന്നു കൊണ്ട് ദുഃഖത്തോടും നെടുവീർപ്പോടും എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തിൽ പ്രശംസിക്കുന്നു എന്തിന്? ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ ഞാനിതെന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? കുഴിയിലോട്ട് ഇറക്കി വെക്കാൻ പോകുമ്പോൾ അവനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തിനാടാ നീ കിടന്ന് ഈ നെകളമായ നെകളമെല്ലാം നെകളിച്ചത്? ഇതാടാ ഒടുക്കത്തെ കിടപ്പ്. സ്വോത്രം പറഞ്ഞില്ല. കണ്ടോ? ഇവരാരും കിടക്കത്തില്ലെന്നും പറഞ്ഞിരിക്കുക. അവനെ ഇരിപ്പ് കണ്ടോ?
ഞങ്ങളൊന്നും അങ്ങനെ നിവർന്ന് കിടക്കുമെന്ന് വാസിയായിരിക്കണ്ട, ഒരു ഇരിപ്പ് ഞങ്ങളങ്ങിരിക്കും. ഇന്ന് രാത്രി ഇവിടുന്ന് എഴുന്നേറ്റ് നടന്ന് നീ വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ല, പിന്നല്ലേ നീ കിടക്കുകയല്ലെന്ന്. സ്വോത്രം. നിന്നെക്കാട്ടി വമ്പൻ കിടന്നു സ്വോത്രം. ആമേ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ജയലളിതയെ കിടത്തി, പിന്നെ നീയെ സ്വോത്രം പറഞ്ഞില്ല. ആമേ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഓർത്തോ, നെകളിക്കരുത്. ഇന്ന് രാത്രി താഴ്മയോടെ വിനയത്തോടെ സിട്ടാവായ ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിച്ച് സകല നികളങ്ങളും അഹങ്കാരങ്ങളും ഉന്നത ഭാവവും വിട്ടുകളഞ്ഞ് താഴ്മയോടെ വിനയത്തോടെ സൗമ്യതയോട് ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് ദൈവത്തെ ആരാധിക്കാൻ ഇന്ന് രാത്രി തീരുമാനിക്കണം. നമ്മളിങ്ങനെ മുഖവരെ നിന്ന കാര്യം ഇതെവിടെ എത്തുകയല്ല. സ്തോത്രം. അപ്പോ ദൂതന്മാരെ മാറ്റിയിട്ട് ആ ഭൂമിയെ വെള്ളം കൊണ്ട് മൂടി. ഇനി അതിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഒന്നും 1-ാമത്തെ ഭൂമിയിൽ ഇല്ലെന്നേ. അതുകൊണ്ട് ഓരോരുത്തരും ഉറങ്ങുന്നു. കുഞ്ഞെ ഇത് കേട്ടേച്ചു പോവും. സ്തോത്രം. ആദിമ ഭൂമി സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. ഇജായ്പാസേ സംശയം ഉണ്ടേ കേട്ടു. അവസാനത്തെ ഭൂമി ഇതാ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നു. അതിൽ സൂര്യനില്ല, അതിൽ ചന്ദ്രനില്ല, അതിൽ നക്ഷത്രങ്ങളില്ല. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. കണ്ടോ? അപ്പൊ ആദിമ ഭൂമിയിൽ ഇതില്ല. 24 മണിക്കൂർ എന്ന സംവിധാനമില്ലെന്ന്. സ്വർഗവും ഭൂമിയും ഒരുപോലെ കിടന്ന മണ്ഡലത്തിൽ ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് ഭൂമി മാറ്റപ്പെട്ടു. ഭൂമിയിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടായി. 24 മണിക്കൂർ എന്ന സംവിധാനമുണ്ടായി. മനുഷ്യന്റെ ആത്മാവ്, മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നാം നാളെ മുതൽ ചിന്തിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. എങ്കിലും പറഞ്ഞു പോകുക, മനുഷ്യന്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടത് സ്വർഗത്തിലാണ്. എല്ലാരും കേട്ടോ? സകല മനുഷ്യന്റെ ആത്മാവ് എവിടെ സൃഷ്ടിക്കപ്പെട്ടു? സ്വർഗത്തിൽ. ആമേ. സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവിനെ ഭൂമിയിലേക്ക് വരാൻ പറ്റത്തില്ല. ആത്മാക്കൾക്ക് ഭൂമിയിലേക്ക് ആ സംവിധാനത്തിലല്ല സൃഷ്ടിപ്പ്. അപ്പൊ ഭൂമിയിലേക്ക് വരണമെങ്കിൽ ആമേൻ മനുഷ്യൻ ഭൂമിയിൽ നിന്നൊരു കൂടാരം ഉണ്ടാക്കണം. അതുകൊണ്ട് നിലത്തെ മണ്ണുകൊണ്ട് ഒരു മനുഷ്യരൂപം ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം സൃഷ്ടിച്ച ആത്മാവിനെ അവന്റെ ഉള്ളിലേക്ക് കയറ്റി. സ്തോത്രം. ഞാനിവിടെ ജ്ഞാനിയായ ശലോമൻ പറയുന്നു, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. അങ്ങനെയാ നമ്മളെ അവസാനം ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് സ്വർണം കൊണ്ടുണ്ടാക്കിയ പോലെ ഇരിക്കുന്നേ. അവസാനം ഒരു പറച്ചിലുണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും. അങ്ങനെ ഒരു പോക്കുണ്ട് നമ്മള്. സ്തോത്രം. ആത്മാവോ അതിനെ കൊടുത്ത ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പം ആത്മാവ് തിരിച്ച് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലണം. സകല മനുഷ്യന്റെയും ആത്മാവ് അത് കൊടുത്ത ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേ. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ ഭൂമിയിൽ നിന്നുണ്ടാക്കിയ ശരീരം ഭൂമിയിലെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു മാറുമ്പോൾ അതിനെ ആത്മാവിനെ കൊടുത്ത ദൈവത്തിന്റെ അടുക്കലേക്ക് ആത്മാവ് തിരികെ ചെല്ലുമ്പോൾ അവനവൻ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ഒരു ദിവസം വെളിപ്പെട്ടേണ്ടി വരും. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോ ആത്മാവായ ലൂസിഫർ ആത്മാവാണ്, ശരീരം ഇല്ല. പിശാചിന് എന്തില്ല? ശരീരം ഇല്ല. ഉണ്ടോ കിടക്കുന്നു. ചിലർ പറയുന്നതേ, ചിലർക്ക് ഈ തൂങ്ങി മരിച്ച് പ്ലാവയിലൊക്കെ തൂങ്ങി, പേടിക്കല്ല രാത്രി പോകുമ്പോൾ ആളുകൾ പ്ലാവേ കയറി തൂങ്ങും. പിന്നെ ആ വഴിക്കൂടെ ഒരൊറ്റ മനുഷ്യൻ പോവുകയല്ല. അതിൻ്റെ അർത്ഥം പാക്കരൻ പ്ലാവേ കിടപ്പുണ്ടെന്നാണ് ഇപ്പോഴും ചിന്ത. സ്തോത്രം പറഞ്ഞില്ല. എന്തൊരു പേടിയാ, പാക്കരൻ എന്നും ഇങ്ങനെ തൂങ്ങിയിരിക്കുക എന്നാ പറയുന്നത്. എൻ്റെ പൊന്നച്ച, ആത്മാവ് പോകേണ്ടടുത്ത് പോയെന്ന്, ശരീരം പോയി, അവിടെ ഒരുത്തരും വരത്തില്ല. പിശാചിന് രൂപമില്ല, ആത്മാക്കൾക്ക് രൂപമില്ല. മനസ്സിലായില്ലേ? ആത്മാവ് ശരീരം വിട്ടാൽ അതിന് രൂപമില്ലെന്ന്. ആമേ. അങ്ങനെയെങ്കിൽ പിശാചിന് രൂപമില്ല. ഞാൻ പറഞ്ഞതല്ല, യേശു പത്രോസിനോട് പറഞ്ഞു, ഭൂതത്തിന് എന്നെ പോലെ അസ്ഥിയും മാംസവും ഇല്ല, പിന്നെ ഭൂതം എവിടെ വസിക്കും? ആമേ. ശരീരമുള്ള മനുഷ്യനിലോ ഒരു മൃഗത്തിലോ ഒരു പക്ഷിയിലോ ഒരു ഇഴയാദിയിലോ ഒരു നാൽക്കാലിയിലോ വസിക്കും. അതുകൊണ്ടാണ് ഗദരദേശത്തെ ഭൂതഗ്രസ്തനിൽ നിന്ന് വിട്ടുപോയ ഭൂതം പന്നികളിലേക്ക് കയറിയത്. തീർന്നില്ല.
യേശു കർത്താവ് ഒരു ഉപമ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യനെ വിട്ട് ആത്മാവ് ഭൂതം വിട്ടുപോയപ്പോ അത് പോയി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഷൈപ്പാസെ, ഒരു ഭൂതമൊക്കെ ഉള്ളെങ്കിൽ ഇളക്കി വിടണ്ട, ഇരുന്നോട്ട്. നമ്മൾ കഷ്ടപ്പെട്ട് ഉപസിച്ച് പ്രാർത്ഥിച്ച് ഒരെണ്ണത്തിനെ ഇറക്കി വിട്ടേച്ച് പിന്നെ 7 കൂടെ പിന്നെ കൊണ്ടിരുന്നേ പാസെ, പിന്നെ 8 ഇറക്കണം. ഇത് 3 ദിവസം കൊണ്ട് ഇറങ്ങി, പിന്നെ 21 ഇരുന്നാലും അവൻ പോവുകയല്ലേ. സ്വത്രം. അപ്പോൾ ഒരെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ചേക്കണേ, ഇറക്കാൻ പോകണ്ട. പിന്നെ ഇവൻ 7 കൂടെ കൊണ്ടുവരും, 8 ആവും, പണിയാവും. സ്വത്രം പറഞ്ഞില്ല. കഴിഞ്ഞിടയ്ക്ക് ഒരു ഭൂതം ഇളകി, ഞാൻ ചോദിച്ചാൽ പറഞ്ഞു 400 പേരുണ്ടെന്ന്. ഓ, എങ്ങനെ ഇറങ്ങി വിടും ഇതിനെല്ലാം കൂടെ? ഞാൻ ചോദിച്ചു, നീ ബന്ധക്കോസുകാരി അല്ലയോടി, നിന്റെ അകത്ത് എങ്ങനെയാടി ഇതെല്ലാം കൂടെ കയറിയെന്ന്. അവൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടേച്ച് ഭർത്താവുള്ളവൾ പിന്നെ തടവ് ചാടിപ്പോയി. സോദരം പറഞ്ഞില്ല. അഡീഷണൽ 2 കൂടെ ഉണ്ട്. അങ്ങനെ രണ്ടാമത്തവൻ്റെ ഇവിടെ പോയപ്പം കയറിയതായി 400 എണ്ണം. ചിലർക്കൊന്നും മനസ്സിലായി പോലും ഇല്ല പാസ്റ്ററെ. സൂത്രം. വേലി ചാടുന്നൊക്കെ സൂക്ഷിച്ചോണം, നിൻ്റെയൊക്കെ അകത്ത് എത്ര എണ്ണം വീതം ഉണ്ടെന്ന് അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ ഭൂതം അവനെ വിട്ടുപോയിട്ട് ഇവനിങ്ങനെ തപ്പി നടന്ന് വേറെ എവിടെയെങ്കിലും കയറാൻ ഒരു സ്ഥലം കിട്ടാഞ്ഞപ്പോൾ വഴിയിൽ നിന്ന് ഇവൻ പറഞ്ഞ വാക്ക് കേട്ടോ, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി ചെല്ലുവെന്ന്. നിങ്ങളുടെ പുസ്തകത്തിലൊന്നും ഇല്ലയോ അത്? ഞാൻ എൻ്റെ വിട്ടുപോന്ന എൻ്റെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുവെന്ന്. അപ്പോൾ അവൻ്റെ വീട് എവിടെ ആയിരുന്നു? ആ മനുഷ്യൻ്റെ ശരീരം. ഇന്ന് രാത്രി കസേരയിലൊക്കെ ഇരിക്കുന്നവര്, വീടിൻ്റെ തിണ്ണയിലും ടെറസയിലും ഒക്കെ ഇരിക്കുന്ന ഒരു ഭൂതം അകത്തുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാ. സൂത്രം. മനസ്സിലായില്ലേ? ആമേ. വചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നെങ്കിൽ നിൻ്റെ അകത്ത് ഒറിജിനൽ ഒരു ഭൂതമുണ്ട്. ആരാധിക്കുമ്പോൾ കൈയടിക്കുന്നില്ലെങ്കിൽ ഒറിജിനൽ ഭൂതമുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ കോട്ടുവാ വരുന്നെങ്കിൽ ഒറിജിനൽ ഭൂതമുണ്ട്. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ നിൻ്റെ തലമുറ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നെങ്കിൽ അതിൻ്റെ എല്ലാം മണ്ടയ്ക്ക് ഭൂതമുണ്ട്. സൂത്രം പറഞ്ഞില്ല. സഭായോഗം മുടക്കുന്നെങ്കിൽ അവൻ്റെ അകത്ത് ഒറിജിനൽ ഭൂതം 10 എണ്ണമെങ്കിലും കാണും. മനസ്സിലാകാത്തവർക്കായിട്ട് സ്വത്ത്. ചില ഈ ഭൂതം എന്ന് പറഞ്ഞാൽ ആടുന്നത് മാത്രമേ കണ്ടുള്ളൂ. സ്വഭാവം കൊണ്ട് ആ ഭൂതം ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നു. ഈ 2-3 ദിവസം കൊണ്ട് നമ്മുടെ അകത്ത് തന്നെ ആ സാധനം ഒന്നുകൂടെ നമ്മൾ അറിഞ്ഞേ പോവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കണം ദൈവ മക്കളെ. ആമേൻ. ഈ ഭൂതം ആമേൻ വിട്ടുപോയി. ആമേൻ. ഇവനെ ആകാശമണ്ഡലത്തിലേക്ക് മാറ്റി മനുഷ്യനെ ദൈവം ഭൂമിയിലാക്കിയിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ ഭൂമി തന്നിരിക്കുക. യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. കണ്ടോ? അപ്പൊ മനുഷ്യർക്ക് കൊടുത്തതാ ഭൂമി, മനുഷ്യൻ്റെതല്ല. ഈ ഭൂമിയിൽ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് മനുഷ്യനെ ദൈവം ഭൂമിയിലാക്കി. ഈ ഭൂമിയിലാക്കിയിട്ട് ദൈവം വെയിലാറുമ്പം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരും. ഭയങ്കര സന്തോഷം കേട്ടോ. അവരോട് എന്നും പോകാൻ നേരത്ത് സ്വർഗത്തിലെ അപ്പച്ചൻ, പിതാവായ ദൈവം, സ്വർഗീയ പിതാവ്, അപ്പൻ പറഞ്ഞു പോകും, മക്കളെ സൂക്ഷിച്ചോണമെന്ന്. അതാ നമുക്ക് ഇഷ്ടമില്ലാത്ത. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാ? ഭർത്താവ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഭാര്യ അടുക്കളയിൽ നിന്നൊരു വരവുണ്ട്, പിച്ചാത്തിയും കൊണ്ട്. വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരുന്ന അല്ല, കൊല്ലാൻ വരുന്ന വരവല്ലെന്ന്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട വെണ്ടയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിച്ചാത്തിയായിട്ട് വരുന്നത്. ചേട്ടാ സൂക്ഷിച്ച് പോണേ എന്ന്. പിന്നെ പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ജാകാതിരിക്കുന്നത്, മിണ്ടുന്നില്ല. ഇനി ഇവരെ വണ്ടിയുടെ പുറകിൽ കയറ്റി ഇരുത്തിയാലോ, ബ്രേക്ക് ഔട്ടുന്ന, അവരെ ഗിയർ മാറുന്ന, അവരെ വളവ് മൊത്തം അവരാ ചെയ്യുന്നത്. ചേട്ടാ വണ്ടി ബ്രേക്ക് ഔട്ട്. സ്വോത്രം. കണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പിൻസി ഡ്രൈവാ. ഇവരുടെ ചിന്ത ഇവരാ മൊത്തം നിയന്ത്രിക്കുന്നതെന്നാ. മിണ്ടുന്നില്ല. കണ്ടോ? സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇനി നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനം എന്നാണെന്നറിയാമോ? നമ്മളെല്ലാം ഒരു സൈക്കിൾ പോലും ഇല്ലാത്തവരായിരുന്നല്ലോ പണ്ട് നമ്മൾ. പക്ഷെ നമുക്ക് വന്ന ദോഷം നമ്മുടെ പിള്ളേർക്ക് വരാതിരിക്കാൻ 16-ാമത്തെ വയസ്സിലെ 3.5 ലക്ഷം രൂപയുടെ ഒരു ബുള്ളറ്റ് വാങ്ങിച്ച് നമ്മൾ കൊടുക്കും. ആ ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതേ കയറണമെങ്കിൽ ഏണി വെച്ചേ കയറാൻ പറ്റും. സ്വോത്രം പറഞ്ഞില്ല. ഇവൻ പാതാളക്കുഴിയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും, പുറകെ ഇരിക്കുന്നവൾ ഇങ്ങനെ മല പോലെ മറിഞ്ഞ് അങ്ങനെ കിടക്കണം. ഇങ്ങനത്തെ ഒരു ബൈക്കുണ്ട്. സ്വോത്രം. പക്ഷേ ഈ വണ്ടിയൊന്നും ഇങ്ങനെ നേരെ പോകത്തില്ല, ഇങ്ങനെ വളഞ്ഞേ പോകും. ഞാൻ ഈയിടെ ആ കമ്പനിക്കാരന് ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചടാ മോനെ, ഈ നിങ്ങളുടെ ബൈക്കൊക്കെ ഇങ്ങനെ വളഞ്ഞു പോകുന്നത് എന്താ, ഇങ്ങനെ നേരെ പോകത്തില്ല ചോദിച്ചു. ഉടനെ അവൻ എന്നോട് പറയാം, എൻ്റെ പൊന്ന് ജോൺസൺ പാസ്റ്റേ, വണ്ടിയുടെ കുഴപ്പമല്ല, അത് ഓടിക്കുന്നവൻ്റെ കുഴപ്പമാണ്. ഒന്നും ഒരു മുറിയൊക്കെ ഉള്ളൂ, എല്ലാം ചെന്ന് നാഷണൽ പെർമിറ്റ് ലോറി അടിയിൽ കയറുക. എന്തിനാച്ചാ ഇങ്ങനെ കൊല്ലാനായിട്ട് വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നേ? മിണ്ടുന്നില്ല.
ഓരോ ദിവസം എത്ര എണ്ണമാ തീരുന്നതെന്നറിയാമോ? എന്നാലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. സ്വോത്രം പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവനെ കൊണ്ട് അങ്ങ് ശല്യം പൂത്തിട്ട് തന്തയ്ക്ക് കൊല്ലാൻ വയ്യാത്തതുകൊണ്ട് ഇതേലൊരെണ്ണം വാങ്ങിച്ചു കൊടുത്താൽ എവിടെയെങ്കിലും പോയി അവങ്ങ് ചത്തോളുമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുക്കുക എന്ന്. 16ഉം 18ഉം വയസ്സുള്ളവനൊക്കെ വണ്ടിയെ പോകുന്ന പോക്ക് കണ്ടിട്ടുണ്ടോ? ജീവൻ വേണേ വഴിയെന്ന് മാറി അയ്യത്തെങ്ങാനും കയറി നടന്നോണം, അല്ലാതെ ഒരു രക്ഷയില്ല. സ്വോത്രം പറഞ്ഞില്ല. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ. ആമേൻ. അപ്പം മനുഷ്യനെ ദൈവം തൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ചിട്ട് പറഞ്ഞു സൂക്ഷിക്കണം. ഇനി നമ്മൾ അവൻ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മോനെ സൂക്ഷിച്ചു പോകണമെന്ന്. അവൻ വണ്ടി ഓഫ് ചെയ്തേച്ച് പറഞ്ഞു തള്ളേ നിങ്ങൾക്കൊന്ന് മിണ്ടായിരിക്കാമെന്ന്. അവനിഷ്ടമല്ല സൂക്ഷിക്കണമെന്ന് പറയുന്നത്. പിന്നെ എല്ലാം തീരുമ്പോഴാണ് ചിലർ കരയാൻ തുടങ്ങുന്നത്. അപ്പോൾ യഹോവയായ ദൈവം എല്ലാ ദിവസവും പറഞ്ഞ് സൂക്ഷിക്കണമെന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കള്ളന്മാരില്ല, ദുഷ്ടന്മാരില്ല, അതിരി മാന്തുന്നവനില്ല, റബ്ബറിൻ്റെ മണ്ട ഒടിക്കുന്നവനില്ല, കോഴിക്ക് വിഷം വെക്കുന്നവനില്ല, ഒന്നുമില്ല. എന്തോ സൂക്ഷിക്കാനാ? അത് പറയാം. ഈ ഭൂമി നിങ്ങളുടെ ഭൂമിയല്ല, ഇത് ദൂതന്മാർക്ക് പാർക്കാൻ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭൂമിയാണ്. അവരെ ഇറക്കി വിട്ടിട്ട നിങ്ങൾക്ക് ഈ ഭൂമി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ഭൂമി അവൻ തിരിച്ചു പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് അവൻ ഈ തോട്ടത്തിൽ കയറാതെ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പിശാച് കയറാതെ സൂക്ഷിക്കേണ്ട ജോലി നിനക്കുണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് പിശാച് കയറാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. സഭയാം തോട്ടത്തിനകത്ത് പിശാച് കയറാതെ സൂക്ഷിക്കേണ്ട ജോലി, ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്ന് രാത്രിയും ദൈവം പറയുന്നു ജീവിതം സൂക്ഷിക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് അകത്തു കയറിയാൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടും, നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, നിന്റെ നിത്യത നഷ്ടപ്പെടും. സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പിശാചിന് ഒരു കാര്യം മനസ്സിലായി, ഒറിജിനൽ രൂപത്തിൽ അവിടെ ചെല്ലാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. കാരണം ശരീരം ഇല്ല. അപ്പൊ ഭൂമിയിലോട്ട് വരണമെങ്കിൽ ഒരു ശരീരം വേണം. പിശാചിന് ഒരു ശരീരം വേണം. അടുത്തിരിക്കുന്നവരെയൊക്കെ നോക്കിക്കോണം, ഇളകുന്നുണ്ടോ? ശരീരം വേണം. അപ്പൊ ആനയുടെ അടുക്ക ചെന്നു. അങ്ങനെ പുസ്തകത്തിലില്ല, ഞാൻ ആ ഭാവന പറയാം. ആന, വലിയ ശരീരമുള്ള ആനയോട് ചോദിച്ചു, ഞാൻ ഈ ശരീരത്തിലൊന്ന് കയറുന്നോണ്ട് കുഴപ്പമുണ്ടോ ചോദിച്ചു. അങ്ങനെ തരാൻ പറ്റില്ലടൂ, തനിക്ക് കയറി ഇരിക്കാനുള്ള ശരീരമല്ല ഇത്, ദൈവം സൃഷ്ടിച്ച ശരീരമാണ്. പുലിയോടും കടവിയോടും പട്ടിയോടും പൂച്ചയോടും അരണയോടും ഓന്തിനോടും പല്ലിയോടും എല്ലാം പാറ്റായോട് വരെ ചോദിച്ചു, ശരീരത്തോണ്ട് കയറിക്കോട്ടെ. അവർ സമ്മതിച്ചില്ല. എനിക്ക് ഈ ആളുകൾ ഇങ്ങനെ ഈ ട്രാപ്പിലാകുന്ന എങ്ങനെയാന്ന് നിങ്ങൾ കടിക്കണം കേട്ടോ. അപ്പൊ കുറേ നാളുകൾ കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് നടന്നപ്പോൾ പാമ്പിനൊരു സോഫ്റ്റ് കോർണർ. അങ്ങനെ വെച്ചാൽ ഈ പ്രേമം ഉണ്ടാകുന്ന കണ്ടുണ്ടോ? സ്വോത്രം പറഞ്ഞു. അത് ഞാൻ പ്രേമം കാണിക്കാൻ പോവാ. അപ്പൊ ഇങ്ങനെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്റെ ശരീരത്തൊന്ന് കയറിക്കോട്ടെ, നീ അങ്ങനെ പറന്ന് പോകുമ്പോൾ കാണുമ്പോൾ എന്നാ ഭംഗിയാണെന്നറിയാമോ? അയ്യോ, മറ്റു മൃഗങ്ങൾക്കൊന്നും പക്ഷികൾക്കും ഒന്നും ഇല്ലാത്തൊരു സൗന്ദര്യം. ഓഹോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പാമ്പ് അങ്ങ് വീണുപോയി. പാമ്പ് പറഞ്ഞു, എന്നാ എൻ്റെ ശരീരത്ത് കയറിക്കോളാൻ. പാമ്പിൻ്റെ അകത്തോട്ട് സാത്താൻ കയറി. സ്വോത്രം. അല്ല, എനിക്ക് മനസ്സിലാകാത്തതേ, ഈ വാർത്ത മുഴുവൻ വായിച്ചിട്ടും ഈ ടി വി മുഴുവൻ കണ്ടിട്ടും നമ്മുടെ ഈ പിള്ളേരിങ്ങനെ വഞ്ചിക്കപ്പെടുന്നത് എന്നാ? നമ്മുടെ പത്രത്തിൽ സ്ഥിരമായി വരുന്ന ഒരു വാർത്തയില്ല, തമിഴ്നാട്ടിലുണ്ടോ എന്ന് അറിഞ്ഞൂടെ, മലയാളത്തിലുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പാസ്റ്റർമാരും അനങ്ങുന്നില്ല. വിവാഹ വാഗ്ദാനം നൽകി. അല്ല മോനെ, അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്നെ, ഒരാൾ കല്യാണം കഴിക്കാമെന്ന് നീ ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിച്ച. അങ്ങനെ പറഞ്ഞ ഉടനെ പീഡയാവുന്ന എങ്ങനെ? പക്ഷെ വാർത്തയല്ല അങ്ങനെ, കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചത്. അപ്പൊ എൻ്റെ ചോദ്യം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്ന ഒന്നും തെറ്റല്ല കേട്ടോ. നീ ഇത് കേട്ടേച്ച് പോയിട്ട് എല്ലാവരെയും കൂടി ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. ഇപ്പോൾ ഉള്ളതൊക്കെ മതിയെന്ന് വെച്ച് ഇഷ്ടപ്പെട്ട് ജീവിക്കുക, അത്ര തന്നെ. പിള്ളേരുടെ കാര്യം പറഞ്ഞ. അപ്പോൾ ഒരാളെ ഇഷ്ടം, എതിർ ലിംഗത്തിൽപ്പെട്ട മക്കളെ ഉറങ്ങാതെ കേൾക്കണടി, നടുക്കിരിക്കുന്ന ഉറങ്ങുന്നു. എടി, ഇത് കേൾക്കേണ്ട കാര്യം പറയുമ്പോൾ നീ ഉറങ്ങുവാണോ? എന്നിട്ട് പോയിട്ട് വേണം എവിടെയെങ്കിലും ചാകാൻ. കൈതാത്തിട്ട് നല്ലപോലെ ഇരിക്കും, കേക്ക്. എതിർ ലിംഗത്തിലുള്ള ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും ഒരു സ്ത്രീ പുരുഷനെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല.
പക്ഷെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ ഉടനെ പായും തലേണയും ചുരുട്ടിക്കെട്ടി അവൻ വിളിച്ചിടത്തെല്ലാം പോകാൻ നിന്നോടാര് പറഞ്ഞു? നാടായ നാട് മുഴുവൻ കറങ്ങിയുള്ള ഐസ്ക്രീമും തിന്ന് കുഴിമന്തിയും തിന്ന് അൽഫാമും തിന്ന് മിണ്ടുന്നില്ല. ചുരിദാറും വാങ്ങിച്ചിട്ട് മൂന്നാറിലും കൊടൈക്കനാലിലും വീഗാലാൻഡിലും മൈസൂരിലും ബാംഗ്ലൂരിലും കോയമ്പത്തൂരും എല്ലാം പോയി തിന്നാവുന്ന എല്ലാം തിന്ന് കിടക്കാവുന്നിടത്തെല്ലാം കിടന്നേച്ച് ഇപ്പൊ വയറ് വീർത്തപ്പം പീപ്പിച്ചെന്ന്. സ്വോത്രം. ആദ്യം അവളെ അവിടെ അമ്മയും മാർത്താണ്ഡത്ത് ജംഗ്ഷനിൽ മുക്കാരിയെ കെട്ടി തെരണ്ടിവാലിനടിക്കണം, എന്നിട്ട് വേണം കേസ് കൊടുക്കാൻ പോകാൻ. വല്ലവനും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഉടനെ അവൻ്റെ കൂടെ പോകാൻ നിന്നോടാരാ പറഞ്ഞ്? ബോധമുണ്ടോ നിനക്ക്? ബുദ്ധിയുണ്ടോ? ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന തലമുറ ശ്രദ്ധിക്കണം. ആമേൻ. ദൈവം വെച്ച വ്യവസ്ഥ വിട്ടു പോകരുത്. നീ തകരും, നിന്റെ കുടുംബം തകരും, നിന്റെ തലമുറ തകരും. ആമേൻ. നിന്റെ ഭാവി തകരും. ആമേൻ. പിശാചിന്റെ കെണിയാണ് അവൻ, വളരെ തന്ത്രശാലിയാണ്. പിശാചിന് നീ ഇടം കൊടുക്കരുത്. പാമ്പിനകത്ത് പിശാച് കയറി. ഇനി പിശാചിന്റെ പണി പാമ്പിന്റെ വേഷത്തിൽ നമ്മുടെ ഹൗവ അമ്മച്ചിയുടെ അടുക്ക ചെന്നിരിക്കുകയാണ്. നമ്മുടെ സഹോദരിയാണെങ്കിൽ അങ്ങനൊന്നും വീഴുന്ന ആളല്ല. പക്ഷേ കുറേ ദിവസം എടുത്തു. ആദ്യം കണ്ടപ്പോൾ പറഞ്ഞു ഹായ്. രണ്ടാം ദിവസം പറഞ്ഞു സുഖാണോ? എൻ്റെ പേര് പാമ്പെന്നാ. മനസ്സിലായി? മനസ്സിലായി. പേര്, ചേച്ചിയുടെ പേര് ഹൗവ. ആരൊക്കെ ഉണ്ട് വീട്ടിലെ? മൂന്നാമത്തെ ദിവസം ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. സൗകര്യമായി. സ്തോത്രം പറഞ്ഞില്ല. ദിവസങ്ങളുടെ സംഭാഷണം. ഹലോ, നിങ്ങൾക്കറിയാമോ ലോകത്തിൽ ഏറ്റവും ഇന്ന് കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് മൊബൈൽ ഫോൺ. അതൊന്നും തരുമോ പാസ്റ്റേ? ഇരിക്കുന്ന സാധനം തരുമോ? മൊബൈൽ ലോകത്തിൽ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ഇതുവരെ ഉള്ളതിൽ നല്ലൊരു ഉപകരണമായി മൊബൈൽ. പക്ഷെ ഈ സാധനം വന്നതോടുകൂടിയാ മുഴുവൻ മുടിഞ്ഞത്. ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്ക് 2 ഫോണ്. സ്വോത്രം. ഭർത്താവ് പോകുന്നിടം വരെ 2 ഫോണ് സൈലന്റിലാക്കി ചുരിദാറിന്റെ അടി വെച്ചിരിക്കുക. സ്വോത്രം പറഞ്ഞില്ല. ഭർത്താവ് കുളിക്കാൻ കയറുമ്പോൾ ഇവള് ടെറസേ കയറും. ചേട്ടനുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. രാത്രി 10 മണിക്ക് എയർപോർട്ടിൽ പോയി കഴിഞ്ഞ് ഉറങ്ങല്ല് കേട്ടോ. സ്വോത്രം പറഞ്ഞില്ല. അപ്പൊ അവന്റെ ഫോൺ അടുത്ത മെസ്സേജ്, ചേട്ടൻ രാത്രി പോവാണ്, ഞാൻ അങ്ങോട്ട് വരട്ടോ. അമ്മയ്ക്ക് 2 എണ്ണം ഭർത്താവ് അറിയാതുണ്ടെങ്കിൽ മോക്ക് 3 എണ്ണം ഉള്ളത് കുറ്റമൊന്നും അല്ലല്ലോ. സ്വോത്രം പറഞ്ഞില്ല. ഞങ്ങളുടെ അടുത്തൊരു സ്കൂളിൽ ഈയിടെ റെയ്ഡ് നടത്തി അധ്യാപകർ പിള്ളേരുടെ എന്ന് പറഞ്ഞാൽ പരിശോധന നടത്തിയപ്പോൾ ഒരു പെങ്കൊച്ചിന്റെ അണ്ടർ ഗാർമെന്റ്സിൽ നിന്ന് 5 മൊബൈല്. അവക്ക് രാഷ്ട്രപതിയുടെ ഒരു അവാർഡ് കൊടുക്കണമെന്ന് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രയൊക്കെ അവള് ഭയങ്കര സ്വോത്രം മന്ദുന്നുണ്ടോ. ഓരോരുത്തരിന്ന് ഉറങ്ങുന്നുണ്ടോ? നല്ല കാര്യം പറഞ്ഞപ്പോൾ. നശിക്കാതിരിക്കാൻ പറയുക. ഇതൊന്നും പറയാൻ ആള് വരികയല്ല, കൈയടിപ്പിക്കാനേ ആള് വരത്തുള്ളൂ. ഗുണം വരുന്ന കാര്യമാണ് പറയുന്നേ. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാച് വളരെ തന്ത്രശാലിയാണ്. ദിവസങ്ങളുടെ പരിശ്രമം കൊണ്ട് ഹവ്വായെ വശത്താക്കി. ഹവ്വായോട് ചോദിച്ചു, ഇവിടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? നല്ല ഫുഡാ അല്ലയോ? നല്ല ഫുഡാന്ന് ചോദിച്ചാൽ വെറൈറ്റി ഫ്രൂട്ട്സ് അല്ലേ? നോക്കണ്ടോ എന്തെല്ലാം ഫ്രൂട്ട്സാ. ഞാനത് ചിന്തിക്കുക, ഈ തോട്ടത്തിൽ എന്തെല്ലാം ഫ്രൂട്ട്സാ അല്ലേ? എല്ലാം തിന്നാമോ? എല്ലാം അല്ല. എന്തു പറ്റി ചേച്ചി? അല്ല, എല്ലാം തിന്നാൻ പറ്റില്ല. എല്ലാം തിന്നാൻ അല്ല. എന്നാന്ന് ചോദിച്ചാ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം തിന്നുകയും അരുത്, തൊടുകയും. ചേച്ചി ആദ്യമായിട്ടൊരു കള്ളം പറഞ്ഞു. ഒരു കള്ളം പിന്നെ ശരിയാക്കാൻ 100 കള്ളം പറയേണ്ടി വരും. തിന്നരുതെന്നേ ദൈവം പറഞ്ഞുള്ളൂ, തൊടരുതെന്ന് ദൈവം പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ സഹോദരിമാരുടെ രാവിലെ 7 മണിക്ക് നമ്മളൊരു വാക്ക് പറഞ്ഞു തുടങ്ങിയാൽ വൈകിട്ട് അവസാനം കിട്ടുന്ന സഹോദരി അതൊരു പുസ്തകമായിട്ട് എഴുതി നമ്മുടെ തരും. നമ്മൾ രാവിലെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, വൈകുമ്പോഴത്തേക്ക് അത് എഴുതുന്ന അവസാനത്തെ സഹോദരിയുടെ കയ്യിൽ എത്തുമ്പോൾ അതൊരു പുസ്തകം അടിക്കാനുള്ള സാധനം കാണും. എന്നിട്ട് സഹോദരിമാർ പറയുന്നതെന്ന് അറിയോ? ചേച്ചി, എൻ്റെ ഈ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒന്നുമില്ല, ഒന്നും കണ്ടില്ല. സ്വോത്രം പറഞ്ഞില്ല. ഇത് ഔവാമ്മച്ചിയുടെ നിന്ന് കിട്ടിയതാ. സ്വോത്രം. ആ വാക്കിനകത്ത് പിശാച് അവളെ കുടുക്കി. അവളോട് സാത്താൻ മോഹന വാഗ്ദാനം നൽകി, ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നോക്കിയേ, ലോകത്തിലെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് കമ്പനി തുടങ്ങിയ ആളിനെ അറിയണ്ടേ മോളെ?
ലോകത്തിലെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് കമ്പനി. ആമേൻ. പഴം കാണിച്ചു പറഞ്ഞു, ഇത് കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, തിന്നാൽ ദൈവത്തെ പോലാകും, കണ്ണുറക്കും. പരസ്യം കണ്ടിട്ടുണ്ടോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പിന്റെ പരസ്യം മുതൽ സ്വർണത്തിന്റെ പരസ്യം വരെ. അയ്യോ, മിണ്ടുന്നില്ല. കാണാൻ ഭംഗിയുള്ളത്. കാഞ്ചീപുരം സാരിയുടെ പരസ്യം കണ്ടോ? കാണാൻ ഭംഗിയുള്ളത്, ഉടുത്താലോ ഉടുത്ത് കഴിഞ്ഞാലോ. നിങ്ങൾക്കാർക്കും മനസ്സിലാകുന്ന പോലുമില്ല. സ്വോത്രം. ഇനിയും കണ്ടിട്ടുണ്ടോ? നല്ല കറകറാന്നിരിക്കുന്നു. കറുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറുപ്പിന് 7 അഴക. കറുത്തവരൊന്നും പിണങ്ങല്ലേ, എനിക്ക് കറുപ്പ് ഇഷ്ടമാണ്. സ്വോത്രം. അപ്പൊ ശ്രദ്ധിച്ചേ, നല്ല കറുപ്പാ, നല്ല അഴകുമാ. എന്നാലും ഫെയർ ആൻഡ് ലവ്ലിക്കാരൻ പറയുന്നത് കേട്ടോ, കറുപ്പ് മാറ്റാനുള്ള വഴി 1 ആഴ്ച പുരട്ടുക, 2 ആഴ്ച പുരട്ടുക, 3 ആഴ്ച പുരട്ടുമ്പോൾ സൂര്യനെ പോലാകും. നമ്മുടെ ചേച്ചിമാരൊക്കെ ഫെയർ ആൻഡ് ലവ്ലിക്കകത്ത് കിടക്കുക, എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഉള്ളത് മങ്ങിയതേ ഉള്ളൂ. സ്വോത്രം. പറഞ്ഞില്ലേ, ലോകത്തിന്റെ പരസ്യം മുഴുവൻ ജനത്തെ വഞ്ചിക്കുന്ന പരസ്യങ്ങളാണ്, ജനത്തെ വല്ലാതെ കബളിപ്പിക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് നടത്തിയത് പിശാചാണ്. ആ കെണിക്കകത്ത് അവ്വ വീണുപോയി, അവൾ പഴം പറിച്ചു തിന്നു. അതോ നമ്മൾ വിഷയത്തിലേക്ക് വരിക. സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവത്തിന്റെ മക്കളായി സൃഷ്ടിക്കപ്പെട്ട ആദമും ഹവ്വയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, ദൈവത്തിന്റെ വചനത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവം പറഞ്ഞതിനേക്കാൾ പിശാച് പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ അവർ 4 നുകത്തിന്റെ കീഴിലേക്ക് മാറി. അവിടെ നമ്മുടെ കുറിവാക്യം തുടങ്ങുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുറിവാക്യത്തിലേക്ക് നമ്മൾ വന്നത്. ശ്രദ്ധിച്ചോ, 4 നുകങ്ങൾ മനുഷ്യനിലേക്ക് വന്നു. 1, ആമേൻ, ശ്രദ്ധിക്കണം, പാപത്തിന്റെ നുകം. 2, ശാപത്തിന്റെ നുകം. 3, രോഗത്തിന്റെ നുകം. 4, മരണത്തിന്റെ നുകം. ആമേൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ മക്കളായി ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് ദൈവതുല്യരായി ദൈവം നിർത്തിയ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോൾ, അനുസരണക്കേട് കാണിച്ചപ്പോൾ, പിശാചിന്റെ വാക്ക് കേട്ടപ്പോൾ അവൻ പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും മരണത്തിന്റെയും നുകത്തിന്റെ കീഴിലായി പോയെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തിന്റെ നുകത്തിന്റെ കീഴിലാണ് ഇന്ന് രാത്രി നീ ആയിരിക്കുന്നതെങ്കിൽ, ശാപം നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ വിട്ടുമാറാതെ നാളുകളായി വർഷങ്ങളായി നിന്നെ പിന്തുടരുന്ന ശാപത്തിന്റെ നുകങ്ങൾ, ഏതെല്ലാം മരുന്ന് കഴിച്ചിട്ടോ ഏതെല്ലാം ചികിത്സകൾ ചെയ്തിട്ടോ രോഗം ഭേദമാകാതെ ഒരു രോഗത്തിന്റെ നുകം നിന്റെ മേലുണ്ടെങ്കിൽ, മരണമെന്ന നുകം. സ്വാതന്ത്ര്യത്തിനായി ദൈവം നമ്മെ സൃഷ്ടിച്ചതാണ്. പക്ഷേ മനുഷ്യൻ 4 നുകങ്ങളുടെ കീഴിലേക്ക് വീണു. സകല മനുഷ്യരും, ആമേൻ, ശ്രദ്ധിക്കണം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. സകല മാനവ കുലവും, മനുഷ്യനായി ജനിച്ച സകല മനുഷ്യരും ഒരേ ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം മനുഷ്യജാതിയെല്ലാം ഉളവാക്കി. സകല മനുഷ്യരുടെയും മാതാവ് ഹവ്വയാണ്, മറിയല്ല. ജീവനുള്ളവർക്കെല്ലാം മാതാവ് ഹവ്വയാണ്. ഹവ്വായിൽ നിന്ന്, ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ, മനുഷ്യൻ പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും മരണത്തിന്റെയും നുകത്തിന്റെ കീഴിലേക്കായി പോയപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ, പാപിയായി തീർന്ന മനുഷ്യനെ, നിത്യ നരകമെന്ന ന്യായവിധിക്ക് യോഗ്യനായി മാറിയ മനുഷ്യനെ മടക്കി കൊണ്ടുവരാൻ, അവൻ നഷ്ടപ്പെട്ട പുത്രത്വം മടക്കി കൊടുത്ത് അവനെ, മാമേ സ്തോത്രം, പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും മരണത്തിന്റെയും നുകത്തിന്റെ കീഴിൽ നിന്ന് വിടുവിച്ച് പഴയ അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരാൻ പിതാവായ ദൈവം ഒരുക്കിയ പദ്ധതിയാണ്
കാൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിന്റെ ബലി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദര, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. ഞാൻ ചില സ്ഥലത്തൊക്കെ പ്രസംഗിച്ചു കഴിയുമ്പോൾ ചില ആളുകളൊക്കെ എന്നെ അന്വേഷിച്ചു വന്നിട്ടുണ്ട്, ചോദിച്ചു. ഒരിക്കൽ ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഞാൻ വിശ്രമിക്കുന്ന വീട്ടിലേക്ക് ചില ആളുകൾ വന്നു. അവരെന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രസംഗം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ സാർ ഒരു കാര്യം ചെയ്യണം, ഒരു വാക്ക് മാത്രം ഒന്ന് ഒഴിവാക്കണം ഇനിയും പ്രസംഗിക്കുമ്പോൾ. ഞാൻ ചോദിച്ചു, എന്താ ഒരു വാക്ക് ഏതാ മാറ്റേണ്ടത്? അവരെന്നോട് പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ലെന്നുള്ള പദം മാത്രം പറയരുത്, ബാക്കിയൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആകെ പറയാനുള്ള ഒരു വാക്യമേ ഉള്ളൂ, വേറെ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല. സ്തോത്രം. ശ്രദ്ധിച്ചേ, ആമേൻ. എല്ലാവർക്കും രക്ഷയുണ്ട്, എല്ലാവരും ഒരിടത്തോട്ടാ പോകുന്നതെന്നൊക്കെ പറയാൻ കുഴപ്പമില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു മറ്റൊരുത്തല്ലും. ഇന്ന് രാത്രി ഞാൻ ഈ ദേശത്തോടും വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം, ഒരേ ഒരു നാമം, രക്ഷിക്കുന്ന നാമം, വിടുവിക്കുന്ന നാമം, സൗഖ്യമാക്കുന്ന നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. സ്നേഹിത, രക്തത്തിളപ്പ് കൊണ്ടും ആവേശം കൊണ്ടും ഇത് പറയുകയല്ല, തെളിവ് തരാം. ആമേൻ. എന്നോട് അത് പറഞ്ഞ സ്നേഹിതനോട് പിറ്റേ ദിവസം ഞാൻ മറുപടി പറഞ്ഞു. ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളെന്ന് പറയാൻ കാരണം? അത് തെളിവ് തരാം. ശ്രദ്ധിക്കണം, ലോകത്തിൽ ഭൂമി ഉണ്ടായതിനു ശേഷം, ലോകമുണ്ടായതിനു ശേഷം അനേകം മഹാന്മാർ ഇവിടെ ജനിച്ചിട്ടുണ്ട്, അനേക ഭരണകർത്താക്കൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ചക്രവർത്തിമാരും രാജാക്കന്മാരും ഉന്നത കുലജാതന്മാരും സയന്റിസ്റ്റുകളും ലോകത്തിലെ അനേക കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഉന്നതന്മാർ ഇവിടെ ജനിച്ചിട്ടുണ്ട്, ഭരണാധികാരികൾ ഇവിടെ ജനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും ശ്രേഷ്ഠന്മാരുണ്ടായിട്ടുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്തെ 600-ലധികം നാട്ടുരാജാക്കന്മാർ ഭരിച്ച രാജ്യമാണ് ഇന്ത്യ. 600-ലധികം നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തിയ നമ്മുടെ രാജ്യം. ലോകമെമ്പാടും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും ഉന്നത കുലജാതന്മാരും ചക്രവർത്തിമാരും ഭരണാധികാരികളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും നാടും നീങ്ങിയപ്പോൾ, ആമേൻ, ശ്രദ്ധിക്കണം, ആമേൻ, മരണം കൊണ്ട് ജീവിതം അവസാനിക്കാത്ത, മരണം കൊണ്ട് ഒടുങ്ങിപ്പോകാത്ത, മരണം കൊണ്ട് തീർന്നു പോകാത്ത, മരണത്തെ ജയിച്ച ഒരൊറ്റയാളെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ആമേൻ. പലസ്തീനിലേക്ക് നിങ്ങൾ ചെല്ല്, അവിടെ ഒരു കല്ലറ തുറന്ന് കിടപ്പുണ്ട്. ആ കല്ലറയുടെ വാതിൽക്കൽ 2 വാചകങ്ങളുണ്ട്. ഒന്ന്, ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? 2, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആമേൻ. മരണത്തെയും പാതാളത്തെയും ജയിച്ച്, ലോകത്തെയും ജഡത്തെയും പാപത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു നാമം, അത് യേശുവിന്റെ നാമമാണ്. ആ നാമത്തിന് മാത്രമേ നിന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയുള്ളൂ. നിന്റെ ശാപത്തെ നീക്കാൻ ആ നാമത്തിന് കഴിയൂ. നിന്നെ സൗഖ്യമാക്കാൻ ആ നാമത്തിന് കഴിയുകയുള്ളൂ. നിന്റെ മരണം മാറ്റി നിത്യജീവൻ തരാൻ യേശുവിന്റെ നാമത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആരാണ് യേശു? അത് പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ടി വരികയാണ്. ആരാണ് യേശു? നിങ്ങൾ ശ്രദ്ധിക്കൂ. സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ, ഫിലിപ്പിയ ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നവൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി. എന്തിനാ ദൈവം മനുഷ്യനായത്? നിങ്ങൾക്കറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? ലോകത്തിൽ 7 മഹാത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമേ, ശ്രദ്ധിക്കൂ. എന്നാൽ ലോകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി ഒരു കന്യകയുടെ ഗർഭപാത്രത്തിലേക്ക് അഖിലാണ്ഡങ്ങളുടെ ഉടമസ്ഥൻ, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, നിത്യനായ ദൈവം ഒരു കന്യകയുടെ ഉദരത്തിലേക്ക് ചുരുങ്ങി മനുഷ്യനായി വെളിപ്പെട്ടു വന്നതാണ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം. ഒരു കന്യകയിൽ
ദൈവമായിരുന്നവൻ മനുഷ്യനായി ജന്മമെടുക്കുകയാണ്. എന്തിനാ മനുഷ്യനായത്? ദൈവം എന്തിനാ മനുഷ്യനായത്? ദൈവം ദൈവമായിട്ട് വന്നാൽ, ശ്രദ്ധിച്ചേ, നിങ്ങൾ പഴയ നിയമമൊക്കെ ഒന്ന് പഠിക്കണം. അതെല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ദൈവം ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ആമീൻ. കൂരിരുട്ട്, കാഹളനാദം, തീയ്, പുക, കൊടുങ്കാറ്റ്, ഭൂകമ്പം, മിന്നലുകൾ. എൻ്റെ പൊന്നച്ചോ, ഇപ്പൊ ഒരു കൊല്ലിയാനടിച്ചാൽ വിഴിക്കുന്ന പലരും ചാടി അകത്ത് കയറും. കണ്ടിട്ടുണ്ടോ? മുറ്റത്ത് തുണി എടുക്കാൻ ഇറങ്ങിയ ചേച്ചി ഓടും നോട്ടം കൊല്ലിയാനടിച്ചപ്പോൾ. അയ്യോ, സ്തോത്രം പറഞ്ഞില്ല. അപ്പോൾ ദൈവം ഇറങ്ങിയിടത്തെല്ലാം കൊടുങ്കാറ്റ്, ഭൂകമ്പം, ഇടിമിന്നൽ, അയ്യോ മിണ്ടുന്നില്ല, സ്തോത്രം, തീയ്, ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങിയാൽ ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അങ്ങനെ ദൈവം വന്നാൽ മനുഷ്യൻ ഓടി ഒളിക്കും. എന്നാൽ മനുഷ്യനെ പോലെ മനുഷ്യനായി മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തെയും വഹിച്ചുകൊണ്ട് മനുഷ്യനെ ആമെ മടക്കി ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുവാൻ ആമെ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷണ്യ പദ്ധതിയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കൂ, യേശുക്രിസ്തുവിനെ ഗെത്സമനയിൽ, അവിടെ ഒന്ന് വിശദീകരിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. ഗെത്സമനയിലേക്ക് നിങ്ങൾ നോക്കൂ. യേശുവിനെ പിടിക്കാൻ പള്ളിച്ചേവകർ, പട്ടാളക്കാരല്ല വന്നത്, മതത്തിന്റെ ചേവകർ. മതത്തിന്റെ ചേവകർ. അന്നക്കാലത്ത് മതചേവകരുണ്ട്, മത പോലീസ്. സർക്കാരിന്റെ പോലീസല്ല, റോമ പടയാളികളല്ല, മത പോലീസാ വന്നത്. ചേവകർ എന്നതിനാ എഴുതിയിരിക്കുന്നത്. അവര് ഗെത്സമനയിലേക്ക് വരുമ്പോൾ, യേശു പ്രാർത്ഥിച്ചെഴുന്നേറ്റ് വരുമ്പോൾ, നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ മാർത്താണ്ഡത്ത് എവിടെങ്കിലും എസ്ഐയും പാർട്ടിയും കൂടെ ഒരു കള്ളനെ പിടിക്കാനായിട്ടൊരു വീട്ടിൽ ചെന്നിരിക്കുക? എസ്ഐയും എല്ലാവരും ഒന്ന് ഉറങ്ങാതിരുന്നേ, ഇപ്പൊ വിടാം. എസ്ഐയും പാർട്ടിയും കൂടെ ഒരു കള്ളനെ പിടിക്കാൻ കള്ളന്റെ വീട്ടുവാതൊക്കെ ചെന്ന് ബെല്ലടിച്ചു. അപ്പൊ കള്ളൻ ഇറങ്ങി വന്നിരിക്കുക. എന്തുവാ സാറേ? സോമൻ ഇവിടെ ഉണ്ടോ? സോമൻ ആരാ? സോമൻ. സോമൻ ഞാനാ സാറേ. എന്നാ? നിന്നെ പിടിക്കാൻ വന്നിരിക്കുക. എന്നാ പിടിച്ചോ സാറേ. അങ്ങനെ ഏതെങ്കിലും സോമന്മാര് പറഞ്ഞു കേട്ടുണ്ടോ? സോമന്മാര് വല്ലതും ഉണ്ടേ പണങ്ങി രാത്രി വഴക്കിന് വരരുത്, ഒരു പേരങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റവാളി പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ഞാനാ സാറേ പിടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ പറഞ്ഞ ഒരാളുണ്ട്, കുറ്റം ചെയ്യാത്ത, പാപം അറിയാത്ത, പാപി അല്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത യേശു ഗെത്സമന തോട്ടത്തിൽ വധചേവകരോട് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ഞങ്ങൾ നസറേയനായ യേശുവിനെ തിരയുന്നു. ഹലോ. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഈ നാട്ടുകാരോടെ, ചില ആളുകളോട്, യേശുവിന് ഒരു പ്രത്യേകതരം വസ്ത്രം ഉണ്ടായിരുന്നെങ്കിൽ, മിണ്ടുന്നില്ല, യൂദ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഞാൻ ആർക്ക് ചുംബനം കൊടുക്കുക അവനെ പിടിച്ചോളം. 13 പേരും അതിലൊരുത്തം പോയി കാശും വാങ്ങിച്ചോണ്ട് പോയിട്ട് 12 പേരും ഒരുപോലെ തുടുപ്പായിട്ടിരിക്കുന്നേ. മാത്രമല്ല നാട്ടിലെല്ലാവരും ആ സൈസ് ഉടുപ്പായിടുന്നേ. ഞാൻ സൗദി അറേബ്യ ചെന്നപ്പോൾ വിചാരിച്ചു അവിടെ എല്ലാം അച്ഛന്മാരെ ഉള്ളത്. പിന്നെ പിടി കിട്ടിയത് അവിടെ ഇങ്ങനെയാന്ന്. സ്വോത്രം മനസ്സിലായില്ല. അപ്പോ പ്രത്യേക വേഷഭൂഷാദികൾ യേശുവിനില്ലായിരുന്നു. മിണ്ടുന്നില്ല. അഖിലാണ്ടങ്ങളെ സൃഷ്ടിച്ചവൻ ഒരു കീർത്തിശീലയ്ക്കകത്ത് അവനെ കിടത്താൻ ഒരു തുണിയില്ലായിരുന്നു. മനസ്സിലായില്ലയോ? ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഖിലാണ്ടത്തിന്റെ മുഴുവൻ സൃഷ്ടാവിന് കിടക്കാൻ ഇടമില്ലാഞ്ഞിട്ട് ആമേൻ. ചില ആളുകൾ പറയുന്നത് യേശു ജനിച്ചത് പശുത്തൊട്ടിയിലാണ്. ഏത് പുസ്തകത്തിലാ വാക്യമൊന്നും ഇതുവരെ എൻ്റെ കിട്ടിയിട്ടില്ല. ചിലരുടെ വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ എൻ്റെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ അവനെ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന. എന്ന് പറഞ്ഞാൽ സൗമ്യ പ്രസവിച്ചു. അപ്പോൾ ചേച്ചി ചോദിച്ചു, മൂത്ത ഏട്ടത്തി കന്യാകുമാരി എന്ന് ചോദിച്ചു, എവിടെ അടി കിടത്തിയേക്കുന്നതെന്ന്. വാർഡ് 12 4ാമത്തെ ബെഡിൽ. അതിൻ്റെ അർത്ഥം സൗമ്യ പ്രസവിച്ചത് വാർഡ് 12 ലേബർ റൂമിലല്ലേ. ഒരു ചേച്ചിക്കും മനസ്സിലായില്ല, പ്രസവിച്ചവർക്കും മനസ്സിലായില്ല. സ്തോത്രം. അപ്പം എല്ലാ വർഷവും ലേബർ റൂമിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ചേച്ച്, സൗമ്യ പ്രസവിച്ച ലേബർ റൂമേ നീ പുണ്യമുള്ളവനാകുന്നു. ആഹാ, കൊള്ളാമല്ലോ. സ്തോത്രം പറഞ്ഞില്ല. ആണ്ടിലാണ്ടി പശുക്കൂടുണ്ടാക്കി ഊപ്പാട് വരിക. എന്നിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്തതാ ആമെ ഒരു പാവക്കുഞ്ഞിനെ എടുത്ത് ഉമ്മ കൊടുക്കുന്ന സഹിക്കാൻ വയ്യാഞ്ഞ്. യേശുവിനെ ഉമ്മ കൊടുത്താലും വേണ്ടിയല്ലായിരുന്നു. കുഞ്ഞെ ഒരിക്കലായി ജനിച്ചവൻ, ഒരിക്കലായി മരിച്ചവൻ, എന്നേക്കും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ പിതാവിന്റെ വലത്തു ഭാഗത്ത് യേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. യേശു ആണ്ടിലാണ്ടിൽ ജനിക്കുന്നില്ല, യേശു ആണ്ടിലാണ്ടിൽ മരിക്കുന്നില്ല.
ഉയർത്തുന്നില്ല, ആണ്ടിലാണ്ടിൽ ഉയർക്കുന്നില്ല. അവൻ തിരുവചനത്തുകൾ പ്രകാരം ഒരിക്കലായി ജനിച്ചു, ഒരിക്കലായി മരിച്ചു, അവൻ ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഗെത്സമനായിൽ നിന്ന് യേശുവിനെ പിടിച്ച് 4 കോടതികളിൽ 5 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. 4 കോടതികളിൽ 5 പ്രാവശ്യം യേശുവിനെ മാറി മാറി വിസ്തരിച്ചിട്ടും 4 കോടതിയും പറഞ്ഞത് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് അവസാന വിധി പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, അവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഒരു കുറ്റവും ചെയ്യാത്ത, ഒരു കുറ്റവും ഇല്ലാത്ത, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതിരുന്നിട്ടോ, അവൻ പാപം ചെയ്യാതിരുന്നിട്ടോ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ തങ്ങളുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമെന്നെഴുതിയിരിക്കുന്ന പോലെ ഗെത്സമന മുതൽ ഗോൽഗോഥ വരെ 5 വിധ മാരകായുധങ്ങളാൽ തകർക്കപ്പെട്ടവനായി, മുറിവേൽക്കപ്പെട്ടവനായി, ഉടയ്ക്കപ്പെട്ടവനായി, മുൾക്കിരീടം ധരിക്കപ്പെട്ടവനായി, കോലുകൊണ്ട് അടിയേൽക്കപ്പെട്ടവനായി, പച്ച പൈൻ മരക്കുരിശുമേന്തിക്കൊണ്ട് ഗോൽഗോഥായിലേക്ക് കയറി പോകുന്ന യേശുവിനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. സ്നേഹിത, ഇന്ന് രാത്രി ആ ക്രൂശുമേന്തി പോകുന്നവൻ, അവൻ പാപം ചെയ്തിട്ടില്ല, അവനിൽ പാപമില്ല, അവൻ പാപിയല്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. ഗോൽഗോഥായിലെത്തി 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെയും ക്രൂശിച്ചു. ആ ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ പറഞ്ഞത് കേൾക്കണോ? അടുത്ത് കിടന്ന കള്ളൻ യേശുവിനെ വല്ലാതെ വിമർശിച്ചു. 3-4 കൊണ്ട് ആലയം പണിയാമെന്ന് പറഞ്ഞ എല്ലിയോടോ, താൻ ഇവിടെ ഈ കാമ്പിയെ കയറി ഈ ആണിയെ കിടന്നിട്ട് താൻ എന്നാ ഒരു അത്ഭുതം ചെയ്യാത്ത, താൻ എന്നാ ദൈവമാടൂ, താൻ ചുമ്മാ പച്ചവെള്ളം വീഞ്ഞാക്കി എന്നൊക്കെ പറഞ്ഞ് ആണിയെ നൂരി ഇറങ്ങി വെച്ച് താൻ ഞങ്ങളെ കൂടെ ഇറക്കടൂ എന്നൊക്കെ പറഞ്ഞ് വല്ലാണ്ട് പറഞ്ഞപ്പോ ഇപ്പുറത്ത് കിടന്ന കള്ളൻ, ചിലർ പറയുന്നത് വലത്തു ഭാഗത്തെ കള്ളനാന്ന്, പുസ്തകത്തിലില്ല, ഏത് ഭാഗമായാലും കുഴപ്പമില്ല, അവൻ കള്ളനാ. അവൻ രക്ഷപ്പെട്ടതിന്റെ കാര്യം എന്നാ വലത്ത് കിടന്നുകൊണ്ടല്ല. അവൻ പറഞ്ഞു, നാമോ ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുകയാണ്, നാം തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുക, നാം തെറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ക്രൂശിൽ കിടക്കുന്നത്. പക്ഷെ ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, ഇവന്റെ വായിൽ വഞ്ചനയില്ല, ഇവൻ പാപം അറിഞ്ഞിട്ടില്ല, ഇവൻ പാപം ചെയ്തിട്ടില്ല, ഇവൻ പാപി അല്ല, ആമേൻ, ഇവൻ നീതിമാനാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ആമേൻ, നിങ്ങൾക്കറിയാമോ, ഒരു 3 ദിവസം പ്രസംഗിക്കാനുള്ള പ്രസംഗം അവൻ പ്രസംഗിച്ചു. നമുക്കൊക്കെ ചില വാക്യം കേട്ടാൽ ഒന്നും മനസ്സിലാകത്തില്ല. 3 ദിവസം പ്രസംഗിക്കാനുള്ള കാര്യം ഒറ്റ വാക്കിനകത്ത് അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ച് വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു മധ്യാകാശത്ത് വന്ന് അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയും കഴിഞ്ഞ് പുതുവാന ഭൂമിയിലേക്ക് മഹത്വ പ്രത്യക്ഷതയോട് രാജാവായി യേശു തന്റെ മണവാട്ടിയുമായി എഴുന്നള്ളി വരുമ്പോ എന്നെയും കൂടെ ഓർക്കണമെന്ന് അവൻ പറഞ്ഞു. വല്ലതും മനസ്സിലായോ എന്ന് അറിഞ്ഞുകൂടാ. അത്രയും വലിയൊരു പ്രസംഗം ചാകുന്നതിന് മുമ്പ് ഒറ്റ വാക്കിൽ അവൻ പറഞ്ഞു, നീ രാജാവായി ഒരു ദിവസം മടങ്ങി വരുമെന്ന് എനിക്കറിയാം. അങ്ങ് രാജാവായി ഈ ഭൂമി രാജ്യത്വം ഏൽക്കാൻ വരുമ്പോ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. സ്നേഹിത, നീ എത്ര വലിയ പാപിയുമാകട്ടെ, നീ എത്ര വലിയ കൊടും പാപിയുമാകട്ടെ, ഇന്ന് രാത്രി ഒരൊറ്റ വാചകം മതി, യേശുവേ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെയും കൂടെ രക്ഷിക്കണമേ എന്ന് ഇന്ന് രാത്രി ശ്രദ്ധിച്ചോ. ഇന്ന് രാത്രി നിലവിളിക്കാൻ നീ തയ്യാറായാൽ, സ്നേഹിത, ഈ കാലമെല്ലാം കഴിയാൻ പോകുകയാണ്, ഈ ഭൂമിയും അതിന്റെ പണികളും തീരാൻ പോകുകയാണ്.
ഈ കാണുന്നതെല്ലാം മായയാണ്. ഈ ഉലകമാകുന്ന അഴക് സമമായ ഇതെല്ലാം മാറി മറയാൻ പോകുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ പാപത്തിന്റെ നുകത്തിന്റെ കീഴിലാണെങ്കിൽ, നീ നിന്റെ തലമുറയും ശാപത്തിന്റെ നുകത്തിന്റെ കീഴിലാണെങ്കിൽ, മാറാത്ത രോഗവും വ്യാധിയും നിന്റെ ജീവിതത്തെ വല്ലാതെ തകർക്കുന്നെങ്കിൽ, ആമേ, നിത്യ നരകം നാമേ നിനക്കൊഴിഞ്ഞു പോകാൻ കഴിയാതെ നിത്യനാശത്തിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കാൻ, നിന്നെ വിടുവിക്കാൻ, നിന്നെ ഉദ്ധരിക്കാൻ, നിന്റെ ശാപത്തിന്റെ കെട്ടുകളെ അഴിക്കാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, നിനക്ക് നിത്യജീവൻ തരാൻ യേശുവിന്റെ ക്രൂശ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഉയർത്തുകയാണ്. வாழ்நாடு எல்லாம் வீணாழாய் வருத்தத்தோடு கடிப்பது ஏன்? வாழ்நாடு எல்லாம் வீணாழாய் வருத்தத்தோடு கடிப்பது ஏன்? வந்தவர் பாதம் சரணடைந்தால் வாழ்வித்து உன்னை சேர்த்து கொள்வார். வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. கட்டின வீடும் நீளம் பொருடும் கண்டிடுமுற்றார் உறவினரும், கட்டின வீடும் நீளம் பொருடும் கண்டிடுமுற்றார் உறவினரும், கூடுவிட்டு உன் ஆவி போனால் கூட உன்னோடு வருவதில்லை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. அழகு மாயை நிலைத்திடாதே, அதை நம்பாதே மாயத்திடுவே. அழகு மாயை நிலைத்திடாதே, அதை நம்பாதே மாயக்கிடுவே. மரணமோ நான் சந்திக்குவே, மறவாதே உன் ஆண்டவரை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வானத்தின் கீழே பூமி மேலே வானவர் இயேசு நாமமல்லார். வானத்தின் கீழே பூமி மேலே வானவர் இயேசு நாமமல்லார். ரட்சிப்பாட வடிவேறில்லை, ரட்சகரே சுவாடி அவரே. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. தீராத பாவம் வியாதியையும் மாறாத உந்தன் பலவீனமும், தீராத பாவம் வியாதியையும் மாறாத உந்தன் பலவீனமும், கோரக்கொரு சீனில் சுமதுதித்தாள் காயங்களால் நீ குணமடைய. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. சத்திய வாக்கை நம்பியே வா, நித்திய ஜீவன் உனக்கடிப்பா. சத்திய வாக்கை நம்பியே வா, நித்திய ஜீவன் உனக்கடிப்பா. உன் பேரை ஜீவ புஸ்தகத்தில் உண்மையாயின்று எடுத்திடுவார். வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. அழகு மாயை நிலைத்திடாதே, அதை நம்பாதே மாயக்கிடுவே. அழகு மாயை நிலைத்திடாதே, அதை நம்பாதே மாயக்கிடுவே. மரணமோ நான் சந்திக்குவே, மறவாதே உன் ஆண்டவரை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. வருவாய், தருணம் இதுவே, அழைக்கிறாரே வல்ல ஆண்டவர் இயேசு உன்னை. கட்டின வீடும் நீளம் பொருடோ கண்டிடுமுற்றான் உறவினரோ,
இயேசு உன்னை வருவாய் தருணம் இதுவே அழைக்கிறாரே. நல்ல ஆண்டவர் இயேசு உன்னை வருவாய் தருணம் இதுவே அழைக்கிறாரே. நல்ல ஆண்டவர் இயேசு உன்னை. ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിത, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് 3 പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ച് ദൈവം അവനെ സൃഷ്ടിച്ചു. 2, ദൈവത്തോട് കൂടെ കൂട്ടായ്മ ആചരിക്കാൻ, ദൈവത്തോട് കൂടെ വസിക്കാൻ. 3, ദൈവം നൽകിയ അധികാരത്തിൽ സകലത്തെയും അടക്കി വാഴാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം അങ്ങനെയാണ് വായിക്കുന്നത്. നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ ആകാശത്തിലെ പറവജാതികളുടെ മേലും ഭൂമിയിൽ ഇഴയുന്ന ഇഴയാദികളെയും സമുദ്രത്തിലുള്ള മത്സ്യങ്ങളെയും അടക്കി വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്ന് പാപം ചെയ്ത് അനുസരണക്കേട് നിമിത്തം പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും നിത്യ നരകത്തിൻ്റെയും അടിമകളായി ഓഹരിക്കാരായി മാറിയപ്പോൾ ആ മനുഷ്യന് നഷ്ടപ്പെട്ട 3 പദവിയും മടക്കി നൽകാൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി ജഡാവതാരമെടുത്ത് കേവലം മനുഷ്യനെ പോലെ മനുഷ്യനായി ജനിച്ച് മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ അവൻ യാഗമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെ ദൈവമക്കളായി മാറുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് അവൻ വരികയാണ്. 3, യേശുവിന്റെ വരവിങ്കൽ അവനോട് ചേർന്ന് സകല അധികാരങ്ങളോടും നാം അവനോടുകൂടെ രാജ്യം ഭരിക്കാൻ പോകുകയാണ്. ഞാൻ വളരെ ചുരുക്കി ഇന്ന് രാത്രി ഇത് ഓർപ്പിക്കുന്നത്, സ്നേഹിത, ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും നിത്യന്യായവിധിയായ മരണത്തിൻ്റെയും അധീനതയിൽ അടിമത്തത്തിലേക്ക് നിങ്ങൾ വീണുപോയെങ്കിൽ ഇന്ന് രാത്രി ഈ ദേശത്ത് ഞങ്ങളൊരു സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിച്ചാൽ ആമേൻ, നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ഒരു രഹസ്യ പാപത്തിൻ്റെ, ഒരു മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ, ഒരു പിന്തുടരുന്ന പാപത്തിൻ്റെ, ഒരു സ്വമേധ പാപത്തിൻ്റെ അടിമയാണോ നിങ്ങൾ? നിങ്ങൾ തലമുറയായി ഒരു ശാപത്തിൻ്റെ കീഴിലാണോ ഇന്ന് രാത്രി? ഒരിക്കലും പൊറുക്കാത്ത മാറാത്തൊരു വ്യാധി നിന്റെ ജീവിതത്തെ പിടികൂടിയിരിക്കുന്നു. ഒരു മരണഭയം, ഇന്ന് രാത്രി ഞാൻ മരിച്ചാൽ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്ത ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കൂ, എനിക്ക് യേശുക്രിസ്തുവിൽ കൂടെ ഈ 4 കാര്യത്തിലും വിടുതലുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവവചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് ആ വിടുതൽ ആവശ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന ഇടം എവിടെയുമാകട്ടെ, നിങ്ങളായിരുന്ന ഇടത്ത് ഈ ഗ്രൗണ്ടിലായിരിക്കാം, ഒരുപക്ഷെ വൃക്ഷങ്ങളുടെ തണലിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സിറ്റ് ഔട്ടിലോ വീടിൻ്റെ ഉള്ളിലോ ഏതെങ്കിലും കടത്തിണ്ണയിലോ ഏതെങ്കിലും ടെറസിലോ ഒക്കെ നിങ്ങളായിരിക്കാം. നിങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷെ ഇന്ന് രാത്രി നിങ്ങളെ കാണുന്ന യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലുണ്ട്. അതിവേഗം ഓടുന്ന വചനമാണിത്. ഈ വചനം നിങ്ങളുടെ അടുക്കൽ ഇന്ന് രാത്രി എത്തിയെങ്കിൽ, യേശുവേ, ഞാൻ അങ്ങയുടെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്നു. ക്രൂശിൽ മരണം കാത്തു കിടക്കുന്ന കള്ളൻ അവസാന നിമിഷം യേശുവിനെ വിളിച്ച് നിലവിളിച്ചപ്പോൾ അവന് പറുദീസ വാഗ്ദത്തം നൽകിയ യേശു ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കലുണ്ട്. ആ കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. യേശുവേ, ഇന്ന് രാത്രി എൻ്റെ പാപത്തിൽ നിന്നെ വിടുവിക്കാൻ, എൻ്റെ ശാപത്തിൽ നിന്നെ വിടുവിക്കാൻ, എൻ്റെ രോഗത്തിൽ നിന്നെ വിടുവിക്കാൻ, നിത്യമായ ന്യായവിധിയായ മരണത്തിൽ നിന്ന്, നരകത്തിൽ നിന്നെ വിടുവിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങ് മാത്രമാണ് മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ. അങ്ങാണ് രക്ഷകൻ, അങ്ങാണ് പാപപരിഹാരകൻ.
എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ എന്നാരും പ്രാർത്ഥിക്കും. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ വലങ്കരം നെഞ്ചോട് ചേർത്ത് വയ്ക്കൂ. ഈ ഗ്രൗണ്ടിലാകട്ടെ, വെളിയിൽ ആരുമാകട്ടെ, എവിടെയുമാകട്ടെ, പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിനെ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുമ്പോൾ, യേശുക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമാകുന്ന സകല വിടുതലുകളും സകല സൗഖ്യങ്ങളും സകല മാനസാന്തര അനുഭവങ്ങളും സകല നന്മകളും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന, നിന്റെ സന്നിധിയിൽ കരയുന്ന, നിന്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന ഈ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി നാളുകളായി പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയാതെ രഹസ്യ പാപത്തിൽ, സ്വമേധ പാപത്തിൽ, പിന്തുടരുന്ന പാപത്തിൽ കഴിയുന്ന ജീവിതം ഇന്ന് രാത്രി വിടുവിക്കപ്പെടുന്ന രാത്രിയാകട്ടെ. സകല ശാപത്തിന്റെ കെട്ടുകളും ഇന്ന് രാത്രി അതിവേഗം ഓടുന്ന വചനത്താൽ വിടുവിക്കപ്പെടേണ്ടതിന് സൗഖ്യത്തിന്റെ ശക്തി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെ വിടുവിപ്പാൻ യേശു വെളിപ്പെട്ടെങ്കിൽ, മരണഭീതിയിൽ അടിമയായിരിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് രാത്രി വചനത്താൽ വിടുവിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും മരണത്തിന്റെ കീഴിൽ നിന്ന് ചിലർ വിടുവിക്കപ്പെട്ട് യേശുവിനോട് ചേരാൻ ഇന്ന് രാത്രി ഇടയാക്കുന്നുകൊണ്ട് സ്തോത്രം. വചനം കേട്ടതിന് ജനത്തെ അനുഗ്രഹിക്കണം. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം ജീവനുള്ള പിതാവേ, ആമേൻ.